ಪ್ರೀತಿಸಲು ಈ ಹೃದಯ ಸಾಲದು ಏಸಯ್ಯ, ಇನ್ನು ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸುವ ಆಸೆ ನನಗಯ್ಯ. ನಿನ್ನ ಪ್ರೀತಿಸಲು ಈ ಹೃದಯ ಸಾಲದು ಏಸಯ್ಯ, ಇನ್ನು ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸುವ ಆಸೆ ನನಗಯ್ಯ. ಸ್ತೋತ್ರ యేసయ్య, ಸ್ತೋತ್ರ యేసయ్య, ಮಹಿಮೆ యేసయ్య, ಮಹಿಮೆ యేసయ్య. ಸ್ತೋತ್ರ యేసయ్య, ಸ್ತೋತ್ರ యేసయ్య, ಮಹಿಮೆ యేసయ్య, ಮಹಿಮೆ యేసయ్ಯ. ನಿನ್ನ ಪ್ರೀತಿಸಲು ಈ ಹೃದಯ ಸಾಲದು యేసయ్ಯ, ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸುವ ಆಸೆ ನನಗಯ್ಯ. ನಿನ್ನ ಪ್ರೀತಿಸಲು ಈ ಹೃದಯ ಸಾಲದು యేసయ్ಯ, ಇನ್ನು ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸುವ ಆಸೆ ನನಗಯ್ಯ. ಸ್ತೋತ್ರ యేసయ్య, ಸ್ತೋತ್ರ యేసయ్ಯ, ಸಮರ್ಪಿಸಿ. ಮಹಿಮೆ యేసయ్ಯ, ಓ ಮಹಿಮೆ యేసయ్ಯ. ಸ್ತೋತ್ರ యేసయ్య, ಸ್ತೋತ್ರ యేసయ్ಯ, ಮಹಿಮೆ యేసయ్య, ಮಹಿಮೆ యేಸయ్ಯ. ನಿನ್ನ ಪ್ರೀತಿಸಲು ಈ ಹೃದಯ ಸಾಲದು యేసయ్య, ನಿನ್ನ ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸಲು ಆಸೆ ನನಗಯ್ಯ. ಪ್ರೀತಿಸಲು ಈ ಹೃದಯ ಸಾಲದು యేసయ్య, ನಿನ್ನೆ ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸುವ ಆಸೆ ನನಗಯ್ಯ. ರೋಗಗಳನ್ನು ವಾಸಿ ಮಾಡಿ ಹೊಸ ಜೀವನ ನನಗೆ, ನನ್ನನ್ನು ನಾಶನದಿಂದ ತಪ್ಪಿಸಿ ಕರೆಯು ನೀನೆ. ಸಮೃದ್ಧಿ ಜೀವನ ನನಗೆ ನೀಡಿರುವೆ. ರೋಗಗಳನ್ನು ವಾಸಿ ಮಾಡಿ ಹೊಸ ಜೀವನ ನನಗೆ ತಂದೆ. ನನ್ನನ್ನು ನಾಶನದಿಂದ ತಪ್ಪಿಸಿದವನು ನೀನೆ. ಸಮೃದ್ಧಿ ಜೀವನ ನನಗೆ ನೀಡಿರುವೆ. ನಿನ್ನ ಪ್ರೀತಿಯನ್ನು ವರ್ಣಿಸಲು ಈ ಹೃದಯ ತವಕ ಪಡುತ್ತಿದೆ యేసయ్య. ನಿನ್ನ ಪ್ರೀತಿಯನ್ನು ವರ್ಣಿಸಲು ಈ ಹೃದಯ ತವಕ ಪಡುತ್ತಿದೆ యేసయ్ಯ. ಸ್ತೋತ್ರ యేಸಯ್ಯ. ಒಟ್ಟಾಗಿ ಸೇರಿ ಸ್ತೋತ್ರ యేసయ్ಯ, ಮಹಿಮೆ యేసయ్ಯ, ಓ ಮಹಿಮೆ యేసయ్ಯ. ಹಲ್ಲೆಲೂಯಾ. ಸ್ತೋತ್ರ యేసయ్య. ಸ್ತೋತ್ರ యేసయ్ಯ. Thank you, Lord. ಮಹಿಮೆ యేసయ్ಯ, ರೂಪಾಲ ಶಬಲಗಡಯ. ಮಹಿಮೆ యేసయ్ಯ. ನಿನ್ನ ಪ್ರೀತಿಯನ್ನು ವರ್ಣಿಸಲು ಈ ಹೃದಯ ತವಕ ಪಡುತ್ತಿದೆ యేసయ్ಯ. ಆಮೆನ್. ನಿನ್ನ ಪ್ರೀತಿಯನ್ನು ವರ್ಣಿಸಲು ಈ ಹೃದಯ ತಕ್ಕಪಡುತ್ತಿದೆ యేసయ్య. ಸ್ತೋತ್ರ యేసయ్య. ಓ ಮಹಿಮೆ, ಓ ಸ್ತೋತ್ರ ಮಹಿಮೆ యేసయ్య. ಸ್ತೋತ್ರ యేసయ్ಯ, ಸ್ತೋತ್ರ యేಸಯ್ಯ. ನಮ್ಮ ಕರங்களை ಜೋಡಿಸಿಡಿಯೋಣ, ಪ್ರಾರ್ಥನೆ ಮಾಡುವ. ಕರ್ತನಗರದಲ್ಲಿ ನಮ್ಮನ್ನು ಸಂಪೂರ್ಣವಾಗಿ ಸಮರ್ಪಿಸಿಕೊಂಡು ಅರ್ಪಿಸುವ ಸ್ತೋತ್ರ ಕಾಣಿಕೆಗಾಗಿಯೂ
ಇವತ್ತು ಸಾಕ್ಷಿ ಹೇಳಿರುವ ಆ ಮಗಳಕ್ಕಾಗಿಯೂ ರೇಣುಗಾಂಟಿಗಾಗಿಯೂ ಬಸವರಾಜ ಸಹೋದರನ ಆಮೇನ್ ಶ್ರೀದೇವಿಗಾಗಿಯೂ ಆಮೇನ್ ಹೊಸದಾಗಿ ಬಂದಿರುವ ಪ್ರಿಯ ಸಹೋದರಿಗಾಗಿಯೂ ಕರ್ತನ ಮೇಜಕ್ಕಾಗಿಯೂ ವಾಕ್ಯಕ್ಕಾಗಿಯೂ ಆಮೇನ್ ಅರ್ಪಿಸಿರುವ ಸ್ತೋತ್ರ ಕಾಣಿಕೆಗಾಗಿಯೂ ನಾವು ಪ್ರಾರ್ಥನೆಯು ಮಾಡೋಣ. ಪ್ರಿಯರೇ, ನಾವು ಯೇಸುವಿನ ಹತ್ರ ಬಂದಿದ್ದಾರೆ. എല്ലാം മറത്ത് വിടറി, എല്ലാം മറന്നാട്ടെ. നമ്മൾ യേശുവിൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു പുതുക്കം യേശു നമുക്ക് തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഋജിപദർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഉടബാല ശമ്പല. മൈക്ക് കൊടുത്താട്ടെ മക്കളെ. ഹോൾഡ് സ്പൂൺ പെട്ടെന്ന് കൊടുത്താട്ടെ. ഉടബാല ശബലകടയെ ഉറക്കെ പ്രാർത്ഥിച്ച്, ശക്തമായിട്ട് പ്രാർത്ഥിച്ച്. റിഭാല ശബലകടയെ പ്രവാദിയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ പ്രാർത്ഥിക്കുന്ന ദൈവമേ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തപാല ശബലകടയ സംബലകടക ജലകടയ പ്രവാദിയാൽ ഘടക ഉഠപാല ശബലകടക ജലകടയ പുരുഷ അൽഘടത്തേരേ ജ്വാല. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോട് ആമേൻ. വിടുതലുകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതുപോലെ കർത്താവേ പ്രാർത്ഥിക്കുന്നു കർത്താവേ, പുതിയ ആത്മാക്കൾ കടന്നു വരാൻ തൊക്കെ കർത്താവ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കും കർത്താവേ. സുവിശേഷ പ്രവർത്തനങ്ങളോർത്ത് പ്രാർത്ഥിക്കും കർത്താവ്. സ്തോത്രം. വലിയൊരു വിടുതൽ ഈ ദേശം വ്യാപരിപ്പാൻ തൊക്കെ കർത്താവ് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കും കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. വരും ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 21 ദിവസം ഉപവാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. കർത്താവ് വലിയൊരു അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ തൊക്കെ കർത്താവ് സഹായിക്കുന്നു കർത്താവേ. കൂട്ടി വരുത്തുന്ന ദേവദാസന്മാരോർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. അവരോട് ഹല്ലേലൂയ കർത്താവ് അവിടുന്ന് അടിയങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. ഉപവസിപ്പാൻ തക്കണം കർത്താവേ. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. വലിയൊരു വിടുതൽ പ്രാപിച്ച് കർത്താവേ. അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകാൻ തൊക്കെ കർത്താവ് സഹായിക്കണമെന്ന് കർത്താവ്. ഈ സമയത്ത് കർത്താവേ, ദേവദാസനെ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു കർത്താവേ. കർത്താവെ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ തൊക്കെ കർത്താവേ. അവിടുത്തെ ദാസനെ ബലപ്പെടുത്തണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന വചനം ഹല്ലേലൂയ കർത്താവേ. വലിയൊരു അനുഗ്രഹം വിടുതലുമായി തീരുവാൻ തൊക്കെ കർത്താവ് പ്രാർത്ഥിക്കും കർത്താവേ. കർത്താവെ, കാണിക്കുകയൊക്കെയായി പ്രാർത്ഥിക്കും കർത്താവേ. കൈ നീട്ടിയവരോർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. കർത്താവ് അതിന് കഴിയാൻ തന്നെ ആയിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അവിടെ നിറയ്ക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കും കർത്താവ്. സ്തോത്രം. കർത്താവെ, അല്പസമയം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ കർത്താവെ. വിശ്വ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. തിരുമേശയോർത്ത് പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് ഭാഗമാകുന്ന കർത്താവ് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും നാട്ടെ കുതുകൊള്ളി പ്രൈസ് വന്നാട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കുതുകൊള്ളി കുതുകൊള്ളി പ്രൈസ് പ്ലീസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇനിയും കടന്നു വരാനുള്ള നമ്മുടെ ദൈവമക്കളെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങളാൽ തടസ്സപ്പെട്ടവരുണ്ട്. ಇನ್ನು ಬರಬೇಕಾಗಿರೋದು ದೇವರ ಮಕ್ಕಳ ನೆನೆಸಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀನಿ. ಯಾಕಂದ್ರೆ ಅವರಿಗೆ ಹಲವಾರು ತಡೆಗಳಾಗ್ತಾ ಇದೆ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ബഹಳ പ്രാർത്ഥനಯಿಂದ ಆಗಿರೋಣ. ആമേൻ. ഇന്ന് അല്പസമയം നമ്മൾ സാധാരണ നമ്മുടെ 2.5 മണിക്കൂർ ആരാധന അല്പം മുന്നോട്ട് പോകും. കർത്താവിൻ്റെ മേശയുള്ളതുകൊണ്ട് ಸಾಧಾರಣವಾಗಿ ನಮಗೆ
ಸ್ವಲ್ಪ ಸಮಯನೇ ಆರಾಧನೆ ಇರೋದು, ಆದರೆ ಇವತ್ತು ಆರಾಧನೆ ಸ್ವಲ್ಪ ಮುಂದೆ ಹೋಗುತ್ತದೆ. ആമേൻ. സ്തോത്രം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആമേൻ പുറത്ത് പോയിട്ട് വരാം. എന്നുവെച്ചാൽ പ്രായമുള്ള ആൾക്കാർ. സ്തോത്രം. പ്രായമുള്ള ആൾക്കാർക്കൊന്ന് ഫ്രഷ് ആകണമെങ്കിൽ പുറത്തോട്ട് പോകാം. എന്ന് വെച്ചാൽ ഡിസ്റ്റർബ് ആകാതെ പോകണമെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ವಯಸ್ಸಾಗಿರೋರ್ಗೂ ಆ ಥರನೆಲ್ಲ ಆಚೆ ಹೋಗಿ ಬರಬೇಕಂದ್ರೆ ಜಸ್ಟ್ ಹೋಗಿ ಬರ್ಬೋದು. പ്രൈസ് ലോർഡ്. തോടാട് ദൈവത്തിന് സ്വന്തം. എല്ലാവരും അല്ല, ഞാൻ അങ്ങ് പറഞ്ഞോളൂ. ഒരു 3-3.5 മണിക്കൂർ പിടിക്കുക എല്ലാ ആരാധന തീർന്ന് വരുമ്പം. സ്വത്രം. ಆರಾಧನೆ ಮುಗಿಯುವಾಗ 3.5 ಗಂಟೆ ಟೈಮ್ ಆಗುತ್ತೆ. ಅದಕ್ಕೆ ಎಲ್ಲರೂ ಒತ್ತಿ ಓಡಾಡೋದಕ್ಕೆಲ್ಲ ಹೇಳ್ತಾ ಇರೋದು ಅವಶ್ಯಕತೆ. സ്വത്രം. പ്രൈസ് ലോർഡ്. ಆಮೆನ್. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രാർത്ഥನೆಯಿಂದ ಇರಬೇಕು. ಅಜ್ಜಿ ಮನೆಗೆ ಹೋಗ್ಬೇಕು ಅಂತಲ್ಲಿ ಹೇಳಿದ್ದು ಬರಬೇಕು. ಫೋನ್ ತಗೊಂಡೋಗ್ತಾರೆ. ಪ್ರೈಸ್ ಸ್ತೋತ್ರ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. ನಾವು ದೇವರ ವಾಕ್ಯ ಕಡೆಗೆ ಬರೋಣ. നിങ്ങളുടെ വലിയ പ്രാർത്ഥന ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമുക്ക് ആവശ്യമാണ്. ನಿಮ್ಮ ದೊಡ್ಡ ಪ್ರಾರ್ಥನೆಯ ಸಹಾಯ ಇವತ್ತು ವಚನ ಶುಶ್ರೂಷೆಗೆ ಅವಶ್ಯಕತೆ ಇದೆ. ആമേൻ. ആമേൻ. പ്രാർത്ഥിച്ച് കർത്താവ് തന്ന ഒരു വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥನೆ ಮಾಡಿ ದೇವರು ಕೊಟ್ಟಿದ್ದ ಒಂದು ವಾಕ್ಯ ನಿಮ್ಮೊಟ್ಟಿಗೆ ಶೇರ್ ಮಾಡೋದಕ್ಕೆ ಇಚ್ಛೆಪಡ್ತೀನಿ. ആമേൻ. ഒരാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി മെസ്സേജുകൾ വരും. ಒಂದು ವಾರ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ತುಂಬಾ ಮೆಸೇಜುಗಳು ಬರುತ್ತವೆ. ഞായറാഴ്ച ആകുമ്പോഴാണ് ഏതാണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത്. ಆದರೆ ಭಾನುವಾರ ಬೆಳಗ್ಗೆ ಆಗಿದೆ ಪವಿತ್ರಾತ್ಮನು ಏನು ಇವತ್ತು ಹೇಳಬೇಕು ಎಂಬುದಾಗಿ അല്ലെങ്കിൽ ಪ್ರೇರಣೆ ഏത് ಕೊಡುವುದು. വിഷയമാണ് അതിനകത്ത് ദൈവാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. ಯಾವ ವಿಷಯದಲ್ಲಿ ಆಗಿದೆ ಪವಿತ್ರಾತ್ಮನು ಮಾತಾಡೋದಕ್ಕೆ ಇಚ್ಛೆ ಪಡೋದು ಎಂಬುದಾಗಿ ಅವತ್ತು ಬೆಳಿಗ್ಗೆ അനേക മെസ്സേജിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറയുന്ന ഒരു വാക്യം ഉണ്ടാവും. ಹಾಲೆಲೂಯ. ಹಲವಾರು ಮೆಸೇಜ್ ಪ್ರಿಪೇರ್ ಮಾಡಿದರೆ ಅದು ಮಧ್ಯದಲ್ಲಿ ಪವಿತ್ರಾತ್ಮನು ಸ್ಪೆಷಲ್ ಆಗಿ ಸ್ಪೆಸಿಫೈ ಮಾಡುವ ಹಾಲೆಲೂಯ ವಾಕ್ಯಗಳು ಇರುತ್ತದೆ. ആമേൻ. ആ വചനം സഭയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. ಆ ವಾಕ್ಯವು ದೇವರ ಸಭೆ ಒಳಗಡೆ ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇರುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഒരു ദൈവിക പണിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ಹಾಲೆಲೂಯ. ದೇವರ ಕಟ್ಟುವಿಕೆ ಕುರಿತಾಗಿದೆ ಇವತ್ತು ಹೇಳ್ತಾ ಇರುವುದು. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. ആമേൻ. ദൈവം ആമേൻ ശൂന്യതകളെ മാറ്റുന്ന ദൈവമാണ്. ಆಮೆನ್. ದೇವರು ಶೂನ್ಯತೆಗಳನ್ನು ನೀಗಿಸುವ ದೇವರಾಗಿದ್ದಾರೆ. ആമേൻ. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. 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 സ്തോത്രം. ಆಮೆನ್. മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സൈഡിൻ്റെ മുടി ഇടണ്ട. ആമേൻ. അല്ല, സൈഡിൻ്റെ മുടി ഇട്ടിട്ട് പോക്കറ്റ് ഇടണം. കൈ പിടിച്ചുകൊണ്ടിരിക്കേണ്ട. കൈ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പുതിയതായിട്ട് വരുന്നവർക്ക് അറിയത്തില്ല. അവരിങ്ങനെ ഇടയ്ക്കിങ്ങനെ ഈ മൊബൈൽ എടുത്തിട്ട് പോക്കളയും. സ്തോത്രം. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ ദൈവസ്ഥാനത്ത് മൊബൈൽ എടുക്കാൻ പാടില്ല. എടുത്ത് അനേകർക്ക് എനിക്കറിയാം. പ്രൈസ് ലോർഡ്. നമ്മൾ എടുക്കേണ്ടത് ദൈവസ്ഥാനത്ത് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് എടുക്കാൻ പാടില്ല. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ದೇವರ ಸಮೂಹದಲ್ಲಿ ಆಗಿದೆ ನಾವು അത് ಕೂತ್ಕೊಂಡಿರೋದು. നമ്മൾ ಆದ್ರಿಂದ ഒത്തിരി ಮೊಬೈಲ್ ಫೋನ್ തെറ്റിക്കുന്നുണ്ട്. ഈ ತಗೋಬೇಕು. മൊബൈൽ വന്ന് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തെ തെറ്റിച്ചിട്ടുണ്ട്. ಮೊಬೈಲ್ ನಮ್ಮನ್ನ ಜೀವನವನ್ನು ತುಂಬಾ നമ്മുടെ ತಪ್ಪಿಸಿ ಮಾಡಿದೆ. ഭക്തി ജീവിതം ഉടച്ചു കളഞ്ഞത് ഇതാണ്. ನಮ್ಮ ಭಕ್ತಿಯ ಜೀವನವನ್ನು ಒಡೆದಾಕಿದ್ದು ಈ ಮೊಬೈಲ್ ಮೂಲಕವಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಆಮೆನ್. അതെല്ലാവർക്കും അറിയാം അല്ലേ? ಅದೆಲ್ಲರಿಗೂ ಗೊತ್ತಿದೆ. ಆದ್ರಿಂದ ಮೊಬೈಲ್ ಫೋನ್ ಸ್ವಿಚ್ ഞാൻ ಆಫ್ ദിവസം ಮಾಡಬೇಕು. ഒരു പ്രാവശ്യം ശാസിക്കുന്ന ഒരു ശക്തിയുണ്ട്. ನಾನು ದಿನವೂ ಒಂದು ಶಾಸನೆ ಮಾಡುವ ಒಂದು ಶಕ್ತಿ ಉಂಟು. അതെന്റെ മൊബൈലാണ്. ಅದು ನನ್ನ ಮೊಬೈಲ್ ಆಗಿದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ಆಮೆನ್. മനസ്സിലായി കാണും അല്ലേ? ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ഒരു പ്രാവശ്യം എടുത്ത് ശാസിച്ചിട്ടേ വെക്കാവുള്ളൂ. ಹಾಲೆಲೂಯ. ಒಂದು ಸರಿ ಆದ್ರಲ್ಲೇ ಶಾಸನೆ ಮಾಡಿ ಮೊಬೈಲ್ ಇಡಬೇಕು. ചിലർക്ക് ഹൃദയമാണ് മൊബൈൽ. ಹಾಲೆಲೂಯ. ಹೃದಯ ಕೆಲವರಿಗೆ ಅವರದು ಹೃದಯವಾಗಿದೆ ಮೊಬೈಲ್. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ಹಾಲೆಲೂಯ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ಹಾಲೆಲೂಯ. ಅದು ನಾವು ಸೂಕ್ಷ್ಮವಾಗಿ ಕೈಯಲ್ಲಿ ಇಟ್ಕೋಬೇಕು. ആമേൻ. ಆಮೆನ್. സ്തോത്രം. മൊബൈൽ സൈഡിലും കൂടി ആക്കിക്കൊള്ളി. ಬಂದು ಕೂತ್ಕೊಳ್ಳಿ. ಎಲ್ಲರೂ ಮೊಬೈಲ್ ಸೈಲೆಂಟ್ ಮೋಡಲ್ಲಿ ಇಟ್ಬಿಟ್ಟು ಕುತ್ಕೋಬೇಕು. ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಮೊಬೈಲ್ ತಗೋಬಾರ್ದು. ഹല്ലേലൂയ. ಆಮೆನ್. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുകയാണ്. ಬಹಳ ಇಂಪಾರ್ಟೆಂಟ್ ಆಗಿದ್ದ ಒಂದು ವಿಷಯ ಮಾತಾಡ್ತೇನೆ. പരിശുദ്ധാത്മാവിന് നമ്മളെ വിടിവിപ്പാനുണ്ട്. ಪವಿತ್ರಾತ್ಮನೆ ನಮಗೆ ಬಿಡುಗಡೆ ಕೊಡುವುದಕ್ಕುಂಟು. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ಯೋವಾನ್ ಬರೆದ ಸುವಾರ್ತೆ 10ನೇ ಅಧ್ಯಾಯ 10-ാം വാക്യം വായിക്കാം. 10ನೇ ವಾಕ್ಯ ಓದಿಕೊಳ್ಳೋಣ. സ്തോത്രം. John chapter 10 verse 10. കണ്ണെടുത്തി വായിച്ചാട്ടെ. മലയാളത്തിൽ വായിച്ചാട്ടെ.
ഇംഗ്ലീഷ് വായിക്കുക മക്കളെ. Read in Telugu. പ്രൈസ് ലോർഡ്. വളരെ പ്രധാനപ്പെട്ട വചനം ആയതുകൊണ്ടാണ് എല്ലാ ഭാഷയിലും വായിപ്പിക്കുന്നത്. ಬಹಳ ಮುಖ್ಯವಾದ ವಾಕ್ಯವಾಗಿದ್ದರಿಂದ ಎಲ್ಲ ಭಾಷೆಯಲ್ಲೂ ಓದಿಸುವುದು. ಕಳ್ಳನು ആമേൻ കക്കുവാനും ಕತ್ಕೊಳ್ಳೋದು, മോഷ്ടിപ്പാനും ಮೋಷಣ ಮಾಡೋದಕ್ಕೂ, കൊല്ലുവാനും ಕೊಲ್ಲುವುದಕ್ಕೂ, മുടിക്കാനും വരുന്നു. സ്വന്തം ಆಮೆನ್. ജീവനുണ്ടാകാനും ಜೀವ ಉಂಟಾಗುವುದಕ್ಕೂ, സമൃദ്ധിയായ ജീവനുണ്ടാകാനും വന്നിരിക്കുന്നു. ಸಮೃದ್ಧಿಯಾದ ಜೀವ ಉಂಟಾಗುವುದಕ್ಕೂ ಬಂದಿದ್ದೀವಿ. ഇത് യേശുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ಹಾಲೆಲೂಯ. ಅದು ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ ಒಂದು ಮಾತಾಗಿದೆ. കള്ളൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ಕಳ್ಳನು ಎಂಬುದಾಗಿ ಹೇಳಿದ್ದು സാത്താനെയാണ്. ಹಾಲೆಲೂಯ, ಸಾತಾನೇ ಆಗಿದೆ. സാത്താന് ഒത്തിരി പേരുകളുണ്ട്. ಹಾಲೆಲೂಯ, ಸೈತಾನಿಗೆ ತುಂಬಾ ಹೆಸರುಗಳುಂಟು. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അധർമ്മ മൂർത്തി, ಅಧರ್ಮ ಮೂರ್ತಿ, അശുദ്ധ ആത്മാവ്, ಅಶುದ್ಧ ಆತ್ಮಾವು, സാത്താൻ, ಸೈತಾನ್, സ്തോത്രം, പിശാച്, ಪಿಶಾಚ, സ്തോത്രം, നാശയോഗ്യൻ, ನಾಶಯೋಗ್ಯನು, മ്ലേച്ഛത, ಮ್ಲೇಚ್ಛತೆ ಮಾಡುವನು, ബെയ്സബൂൽ, ಬೇಸಬೂಲ್. ആമേൻ. ഇതെല്ലാം പിശാചിന്റെ പേരാണ്. ಇದೆಲ್ಲ ಸೈತಾನ ಹೆಸರಾಗಿದೆ. ദുഷ്ടൻ, ದುಷ್ಟನು, സ്തോത്രം, ഇതെല്ലാം പിശാചിന്റെ പേരാണ്. ಇದೆಲ್ಲ ಸೈತಾನನ ಹೆಸರಾಗಿದೆ. പേരുണ്ട്. ತುಂಬಾ ಹೆಸರುಗಳುಂಟು. അവനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ലല്ലോ. സൈത്താനെ നമുക്ക് വർണ്ണನೆ ಮಾಡಬಾರದು. സ്തോത്രം. ആമേൻ. ആമേൻ. ഇവിടെ കള്ളൻ എന്ന് പിശാചിനെ വിളിച്ചിരിക്കുന്നു. ಇಲ್ಲಿ ಕಳ್ಳನು ಎಂಬುದಾಗಿ ಸೈತಾನನ್ನು ಕರೆದಿದ್ದಾರೆ. എന്താണ് കള്ളൻ എന്ന് പറയുന്നത്? ಯಾಕೆ ಕಳ್ಳನೆಂದು ಹೇಳಿದ್ದು? ആരും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വ്യക്തി. ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದ ಸಮಯದಲ್ಲಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವ ವ್ಯಕ್ತಿ. സമയത്തിലല്ല, ആരും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വ്യക്തി. ಯಾರು ತಿಳ್ಕೊಳ್ಳದೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವ ವ್ಯಕ್ತಿಯು. സ്തോത്രം. ಆಮೆನ್. നമ്മുടെ കുടുംബത്തിൽ കയറുന്ന വ്യക്തി. ಅದು ನಮ್ಮ ಮನೆಯೊಳಗಡೆ ನುಗ್ಗುವ ವ್ಯಕ್ತಿ. സ്തോത്രം. നമ്മുടെ സഭയ്ക്കകത്ത് വരുന്ന വ്യക്തി. ನಮ್ಮ ಸಭೆಯೊಳಗಡೆ ನುಗ್ಗುವ ವ್ಯಕ್ತಿ. നമ്മുടെ ഊരിൽ കടന്നിരിക്കുന്ന വ്യക്തി. ನಮ್ಮ ಊರೊಳಗಡೆ ನುಗ್ಗುವ ವ್ಯಕ್ತಿ. നമ്മുടെ രാജ്യത്തിൽ ഉള്ള വ്യക്തി. ನಮ್ಮ ರಾಜ್ಯ ಒಳಗಡೆ ಬರುವ ವ್ಯಕ್ತಿ. സ്തോത്രം. ಆಮೆನ್. രാജ്യങ്ങളെ ഭരിക്കുന്ന ആമേൻ പ്രഭു. ನಮ್ಮ ರಾಜ್ಯಗಳನ್ನು ಆಳ್ವಿಕೆ ನಡೆಸುವ ಪ್ರಭು. സ്തോത്രം. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. ആമേൻ. വാഴ്ച, ವಾഴ്ಚೆಯು, ആമേൻ. അധികാരം, ಅಧಿಕಾರಗಳು, അന്ധകാര അധിപതി, ಅಂಧಕಾರದ ಅಧಿಪತಿಯು, ദുഷ്ടാത്മസേന, ದುಷ್ಟಾತ್ಮ ಸೇನೆ, സ്തോത്രം, ലൂസിഫർ, ಲೂಸಿಫರ್, വീണുപോയവൻ, ಬಿತ್ತು ಹೋಗಿದವನು, സോർ രാജാവ്, ಸೋರ್ ರಾಜನು, പാർസി പ്രഭു, ಪಾರ್ಸಿ ಪ್ರಭು. ഇതെല്ലാം സാത്താനാണ്. ಇದೆಲ್ಲ ಸೈತಾನ ಆಗಿದೆ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ಯೇಸು ಯೋವಾನ್ ಬರೆದ ಸುವಾರ್ತ 10ನೇ ಅಧ್ಯಾಯ തന്റെ ജനത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ತನ್ನ ಜನರಿಗೆ ಹೇಳಿಕೊಡಬೇಕಾದರೆ ആമേൻ 3 വ്യക്തികളെ പരിചയപ്പെടുത്തി. 3 ವ್ಯಕ್ತಿಗಳನ್ನು ಪರಿಚಯಪಡಿಸಿದನು. ಒಂದನೇದಾಗಿ നല്ല ഇടയനായ യേശു. ಒಳ್ಳೆ ಕುರುಬನಾದ ಯೇಸು. 2 ಎರಡನೇದಾಗಿ ആമേൻ യേശുവിന്റെ ആടുകൾ. ಹಾಲೆಲೂಯ, ಯೇಸು ಸ್ವಾಮಿಯ ಕುರಿಗಳು. സ്തോത്രം. ಆಮೆನ್. അത് നമ്മളാണ്. ಅದು ನಾವಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും. ಪವಿತ್ರಾತ್ಮನು ಮಾತಾಡ್ತಾ പഴയ ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാരുമുണ്ട്. ಹಳೆಯ ಜನರ ಹತ್ರನೋ ಹೊಸ ಜನರ ಹತ್ರನೋ. ആമേൻ. ಆಮೆನ್. ഇന്ന് വന്നവരുമുണ്ട്. ಇವತ್ತು ಬಂದಿರೋರು ಇದ್ದಾರೆ. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ಕರ್ತನು ನಿಮ್ಮೊಟ್ಟಿಗೆ ಮಾತಾಡ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. 10-ാം അധ്യായത്തിൽ 10ನೇ ಅಧ್ಯಾಯದಲ್ಲಿ മൂന്നാമത് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് ಮೂರನೇದಾಗಿ ಪರಿಚಯಪಡಿಸಿದ ವ್ಯಕ್ತಿಯಾಗಿದೆ കള്ളൻ. ಕಳ್ಳನು, സാത്താനെയാണ് വിളിച്ചത്. ಸೈತಾನು. സ്തോത്രം. 3 കാര്യത്തിന് വേണ്ടി ആമേൻ അവൻ വരും. 3 ವಿಷಯಕ್ಕೋಸ್ಕರವಾಗಿ ಕಳ್ಳನು ಬರ್ತಾನೆ. ಒಂದನೇದಾಗಿ അവൻ കൊല്ലുവാൻ വരും. ಅವನು ಸಾಯಿಸುವುದಕ್ಕಾಗಿ ಬರ್ತಾನೆ. സ്തോത്രം. 2 ಎರಡನೇದಾಗಿ അവൻ മോഷ്ടിപ്പാൻ വരും. ಅವನು ಕತ್ಕೊಳ್ಳೋದಕ್ಕಾಗಿ ಬರ್ತಾನೆ. 3 ಮೂರನೇದಾಗಿ അവൻ മുടിക്കാൻ വരും. ಅವನು ನಾಶನ ಮಾಡೋದಕ್ಕಾಗಿ ಬರ್ತಾನೆ. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. ಹಲ್ಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ ಆದರೆ ഞാനോ വന്നിരിക്കുന്നത് ಆದರೆ ನಾನು ಬಂದಿದ್ದು നിങ്ങൾക്ക് ನಿಮಗೆ ജീവൻ ഉണ്ടാകാൻ, ಜೀವ ಉಂಟಾಗುವುದಕ್ಕೂ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ. ಅದು ಸಮೃದ್ಧಿಯಾದ ಜೀವ ಉಂಟಾಗುವುದಕ್ಕೂ. ഞാനോ വന്നത് ನಾನು ಬಂದಿದ್ದು നിങ്ങൾക്ക് ನಿಮಗೆ ജീവൻ ഉണ്ടാകാൻ, ಜೀವ ಉಂಟಾಗುವುದಕ್ಕೂ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ. ಅದು ಸಮೃದ್ಧಿಯಾದ ಜೀವ ಉಂಟಾಗುವುದಕ್ಕೂ. സ്തോത്രം. ಆಮೆನ್. യേശു എന്തിനാ വന്നത്? ಯೇಸು ಸ್ವಾಮಿ ಏನಾಗಿದೆ ಬಂದಿದ್ದು? നമുക്ക് ನಮಗೆ ജീവൻ ഉണ്ടാകാൻ, ಜೀವ ಉಂಟಾಗುವುದಕ್ಕೂ, സമർത്ഥമായ ജീവൻ ഉണ്ടാകാൻ. ಅದು ಸಮೃದ್ಧಿಯಾದ ಜೀವ ಉಂಟಾಗುವುದಕ್ಕೂ. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവത്തിന് മഹത്വം. ದೇವರಿಗೆ ಮಹಿಮೆ. നമുക്ക് വചനം ഏകദേശം നിശ്ചയമുള്ളതുകൊണ്ട് ಹಾಲೆಲೂಯ. ವಾಕ್ಯವನ್ನು ನಮಗೆ ನಿಶ್ಚಯ ಇರೋದು ಮೂಲಕ എല്ലാ വിഷയങ്ങളും നമ്മൾ വായിച്ചു പോകാൻ ചിലപ്പോൾ സമയം കിട്ടത്തില്ല. ಎಲ್ಲ ವಿಷಯಗಳು ನಾವು ಓದಿ ಹೋಗೋದಕ್ಕೆ ನಮಗೆ ಸಮಯವನ್ನು എന്നാൽ ಸಿಗುತ್ತೆ. നമ്മളിവിടെ വന്നിട്ട് ഓടിപ്പോയാൽ നമുക്ക് പ്രയോജനമല്ല. ಆದ್ರೆ ನಾವು ಓಡಿ ಹೋಗಿದ್ರೆ ಅದಕ್ಕಿಂತ ಏನು ಪ್ರಯೋಜನವೂ ಆಗುವುದಿಲ್ಲ. സ്തോത്രം. രാവിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ಬೆಳಿಗ್ಗೆ ನಮ್ಮ ಮಕ್ಕಳು 7:30 വർഷിപ്പ് തുടങ്ങിയാൽ 7:30 ವರ್ಷಿಪ್ ಶುರು ಮಾಡಿದ್ರೆ സൺഡേ സ്കൂൾ കഴിയുമ്പോൾ 2 മണിയാകും. ಹಾಲೆಲೂಯ. ಆರಾಧನೆ ಎಲ್ಲ ಮುಗಿದು ಸಂಡೇ ಸ್ಕೂಲ್ ಮುಗಿಯುವಾಗ 2 ಗಂಟೆ ಆಗುತ್ತೆ. അതുവരെയും ഈ യൂത്തിൽ പലരും നമ്മുടെ കൂടെ ഉണ്ടാകും. ഫുൾ ടൈം അവര് ആരാധനയും മറ്റു കാര്യങ്ങളുമായിട്ട് അവരുണ്ടാവും. ಅದುವರೆಗೆ ನಮ್ಮ ಯೂತ್ ಅಲ್ಲಿ ಹಲವಾರು ಜನರು ಅದರಲ್ಲಿ ಪಾಲುಗಾರಾಗಿರ್ತಾರೆ, ಎಲ್ಲ ವಿಷಯದಲ್ಲೂ ಪಾಲುಗಾರಾಗಿರ್ತಾರೆ. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 5.5 മണിക്കൂറാണ് കണ്ടിന്യൂസ് വർഷിപ്പ്. ಹೆಚ್ಚು ಕಮ್ಮಿ 5:30 ಟೈಮ್ ಆಗಿದೆ ಸಂಡೇ ನಮ್ಮ ವರ್ಷಿಪ್. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അതുകൊണ്ട് മടുപ്പ് തോന്നിയാൽ ಆದ್ರಿಂದ ನಾವು ಬೇಸರಕೊಂಡ್ರೆ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കണം. ಹಾಲೆಲೂಯ. ನಾವು ಸ್ತೋತ್ರವನ್ನು ಹೇಳ್ತಾ ಇರಬೇಕು. സ്തോത്രം. ಆಮೆನ್. നമ്മുടെ ഇവിടെ മടുപ്പ് തോന്നാറില്ല. നമ്മുടെ സഭയിൽ മടുപ്പ് തോന്നുന്ന സഭയല്ല. ನಮ್ಮ ಸಭೆಯು ಬೇಸರಕೊಳ್ಳುವ ಸಭೆ ಅಲ್ಲ. കാരണം ഇതിന് പിന്നെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ಯಾಕೆಂದರೆ ಇದನ್ನ ಹಿಂದೆ ಪ್ರಾರ್ಥನೆ ಮಾಡುವರುಂಟು. അപ്പം സാത്താൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ಸೈತಾನ್ ನಿಮ್ಮ ಮನೆಯೊಳಗಡೆ ಬರುವುದು കൊല്ലാനാണ്, ಸಾಯಿಸುವುದಕ್ಕಾಗಿದೆ, മോഷ്ടിക്കാനാണ്, ಮೋಷಣ ಮಾಡೋದಕ್ಕಾಗಿದೆ, ആമേൻ, മുടിക്കാനാണ്, ಹಾಳು ಮಾಡೋದಕ್ಕಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. യേശു വന്നിരിക്കുന്നത് ಆದ್ರೆ ಯೇಸು ಸ್ವಾಮಿ ಬಂದಿದ್ದು നിങ്ങൾക്ക് ജീവൻ നല്ലപോലെ ഉണ്ടാകാൻ വേണ്ടിയാണ്. ಜೀವನ ನಿಮಗೆ ಸಮೃದ್ಧಿಯಾಗಿ ಉಂಟಾಗುವುದಕ್ಕಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. യേശു എവിടെയുണ്ട്? ಯೇಸು ಸ್ವಾಮಿ ಎಲ್ಲಿ ಇದ್ದಾರೆ? യേശു എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ಯೇಸು ಸ್ವಾಮಿ ನನ್ನ ಜೀವಿತದಲ್ಲಿ ಇದ್ದಾರೆ. യേശു എൻ്റെ ഭവനത്തിലുണ്ട്. ಯೇಸು ಸ್ವಾಮಿ ನನ್ನ ಮನೆಯಲ್ಲಿ ಇದ್ದಾರೆ. അതുകൊണ്ട് എൻ്റെ കുടുംബം ಆದ್ದರಿಂದ ನನ್ನ ಮನೆಯು സമർത്ഥമായ ജീവനിലേക്ക്, ಹಾಲೆಲೂಯ, ಸಮೃದ್ಧಿಯಾದ ಜೀವನಿಗೆ, അബുണ്ടൻസ് ലൈഫ്, ಹಾಲೆಲೂಯ, ಸಮೃದ್ಧಿಯಾದ ಜೀವನ್ಗೆ അതിലേക്ക് പ്രവേശിക്കണം. ಹಾಲೆಲೂಯ, ಅದಕ್ಕೆ ನಾವು ಪ್ರವೇಶಿಸಬೇಕು. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. ദൈവത്തിന് മഹത്വം. ದೇವರಿಗೆ ಮಹಿಮೆ. സാത്താൻ ಸೈತಾನು ആരംഭം മുതൽ ಪ್ರಾರಂಭದಿಂದಲೇ നാശകനാണ്. ನಾಶಕನಾಗಿದ್ದಾರೆ. ഉൽപ്പത്തി പുസ്തകം 1:1 വായിക്കാം. ಆದಿಕಾಂಡ 1ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯ ನಾವು നന്നായിട്ട് വായിക്കുന്നവർ വായിച്ചാട്ടെ, ക്ലിയർ ആയിട്ട് വായിച്ചാട്ടെ. ಸ್ಫುಟವಾಗಿ ಓದವರು ಓದ್ರಿ. സ്തോത്രം. ആ, ഇംഗ്ലീഷിൽ വായിച്ചാട്ടെ. ആ, സ്തോത്രം. തമിഴും കൂടെ വായിക്കാം, മലയാളത്തിൽ വായിക്കാം. വായിച്ചു. ആ പറഞ്ഞ എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് വായിച്ചോ. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ಹಾಳಾಗಿ ಶೂನ್ಯವಾಗಿ ಇತ್ತು. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ സാത്താൻ നശിപ്പിക്കാൻ വരുന്നു എന്ന പദത്തിന്, ಸೈತಾನನು ನಾಶ ಮಾಡೋದಕ್ಕಾಗಿ ಬರ್ತಾರೆ ಎಂದ ಪದಕ್ಕೆ, ശൂന്യമാക്കാൻ വരുന്നു എന്ന് ഒരർത്ഥമുണ്ട്. ಶೂನ್ಯವಾಗಿ ಮಾಡುವುದಕ್ಕಾಗಿ ಬರ್ತಾ ಇದೆ ಎಂಬ ಒಂದು ಅರ್ಥ ಉಂಟು. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം ಮತ್ತಾಯಿ ಬರೆದ ಸುವಾರ್ತೆ 24ನೇ 15-ാം വാക്യം വായിക്കാം. 15ನೇ ವಾಕ್ಯ ಓದಿಕೊಳ್ಳೋಣ. മത്തായിയുടെ സുവിശേഷം 24:15. ആ, ആ, മതി മതി. ഇനി ഒരു ഭാഷ വായിച്ചേ. ആ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ಶೂನ್ಯತೆ ಮಾಡುವಂತ ಮ್ಲೇಚ್ಛತೆಯು. സ്തോത്രം. ഇവന്റെ പേരെന്താ? ಸೈತಾನನ ಹೆಸರೇನಾಗಿದೆ? സാത്താന്റെ പേരെന്താ? ശൂന്യമാക്കുന്ന
ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ഇവന്റെ പണി എന്തുവാ? ಶೂನ್ಯ ಮಾಡುವ ഇവന്റെ പണി എന്തുവാ? ಇವನ ಕೆಲಸ ಏನಾಗಿದೆ? നമ്മളെ എംപ്റ്റി ചെയ്യുക, നമ്മളെ ശൂന്യമാക്കുക. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം. ശൂന്യವಾಗಿ ಮಾಡುವುದಾಗಿದೆ. നിങ്ങൾ ഇത് മെസ്സേജ് ശ്രദ്ധിച്ചാലേ ഇത് വിടുതലുണ്ടാകത്തുള്ളൂ. ನೀವು ಮೆಸೇಜ್ ಶ್ರದ್ಧೆಯಿಂದ ಗಮನಿಸಿದ್ರೇ ನಿಮಗೆ ಬಿಡುಗಡೆ പലരും ಉಂಟಾಗುವುದು. ഇനിയും അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടില്ല. സ്വന്തം എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുക. ಹಲವಾರು ಜನರು ಏನೋ ಚಿಂತೆ ಮಾಡಿಕೊಂಡು ಕೂತಿದ್ದಾರೆ. ആമേൻ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അതാണ് അന്തിക്രിസ്തു. ಶೂನ್ಯತೆ ಮಾಡುವಂತಹ ಮ್ಲೇಚ್ಛತೆ ಅದು ವಿಶುದ್ಧವಾದ ಸ್ಥಳದಲ್ಲಿ ನಿಲ್ಲುವುದಾಗಿದೆ ಅಂತಿಕ್ರಿಸ್ತ. അവന്റെ ഒരു പേരാണ് ആന്റിക്രൈസ്റ്റ്. സൈത്താനನ ಒಂದು ಹೆಸರಾಗಿದೆ ആന്റിക്രൈസ്റ്റ്. പക്ഷേ ദാനിയേൽ പ്രവാചകൻ അവനെ വിളിച്ചത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നാണ്. ಆದ್ರೆ ದಾನಿಯೇಲ್ ಪ್ರವಾದಿ ಕರೆದಿದ್ದು ಶೂನ್ಯ ಮಾಡುವಂತ ಮ್ಲೇಚ್ಛತೆ ಎಂಬುದಾಗಿ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ശ്രദ്ധിക്കൂ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവന്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്നറിയാവോ? സൈത്താനന ಮೊದಲನೇದೊಂದು ವಿಷಯ ಏನಂತ വന്ന് കേറിയാൽ നിങ്ങളെ ശൂന്യമാക്കാൻ അവൻ നോക്കും. ಸೈತಾನನು ಬಂದ್ರೆ ನಿಮ್ಮನ್ನ ಶೂನ್ಯವಾಗಿ യേശു എന്തിനു വന്നു? ಯೇಸು ಸ್ವಾಮಿ ಏನಕ್ಕಾಗಿ ಬಂದಿದ್ದಾರೆ? സമൃദ്ധി തരാൻ യേശു വന്നു. ಆಮೆನ್. ಸಮೃದ್ಧಿಯನ್ನು ಕೊಡೋದಕ್ಕಾಗಿ ಬಂದಿದ್ದಾರೆ. അബുണ്ടൻസ് ലൈഫ്. ഹല്ലേലൂയ. സമൃദ്ധിಯಾದ ಜೀವವು. ഹല്ലേലൂയ. ಆಮೆನ್. സാത്താൻ എന്തിനു വന്നു? ಸೈತಾನ ಏನಕ್ಕೆ ಬಂದಿದ್ದಾನೆ? ശൂന്യമാക്കാൻ വേണ്ടി വന്നു. ಶೂನ್ಯತೆಯಾಗಿ ಮಾಡೋದಕ್ಕಾಗಿ ಬಂದನು. ആമേൻ. ಆಮೆನ್. സ്തോത്രം. അപ്പൊ അവനെ നമ്മൾ മനസ്സിലാക്കണം. ഇവൻ എന്തിനാ വരുന്നത് മനസ്സിലാക്കണം. ನಾವು ಬಹಳ ತಿಳ್ಕೋಬೇಕು ಏನಕ್ಕೋಸ್ಕರವಾಗಿದೆ ಸೈತಾನ್ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಬರೋದು. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ಆದಿಯಲ್ಲಿ ದೇವರು ಆಕಾಶವನ್ನು ಭೂಮಿಯನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದರು. യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു. ಯೆಶಯ ಪ್ರವಾದಿ ಹೀಗೆ ಹೇಳಿದರು, ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് പാർപ്പിനായിട്ടത്രേ എന്ന് എഴുതിയിട്ടുണ്ട്. ಹಾಲೆಲೂಯ. ದೇವರು ಭೂಮಿಯನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದ್ದು ನಾವು ವಾಸ ಮಾಡೋದಕ್ಕೆ ಎಂದು ವಾಕ್ಯವನ್ನು ಬರೆದಿದ್ದಾರೆ. എന്നാൽ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി പാഴും ശൂന്യമായിരുന്നത്? ദൈവം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും പാഴ്ശൂന്യമാകുമോ? ಆದ್ರೆ ಹೇಗಾಗಿದೆ ದೇವರು ಸೃಷ್ಟಿ ಮಾಡಿದ ಈ ಭೂಮಿಯು എന്തെങ്കിലും പാഴ്ശൂന്യമായിട്ട് ദൈവം സൃഷ്ടിക്കുമോ? ದೇವರು ಏನಾದ್ರಲ್ಲಿ ವಿಷಯ ശൂന്ಯವಾಗಿ ನಾಶವಾಗಿ ಸೃಷ್ಟಿ ಮಾಡಿದರ? ദൈവത്തിന് സ്തോത്രം. ആമേൻ. തിരുവചനം പഠിക്കുമ്പോൾ ಆ ದೇವರ ವಾಕ್ಯವನ್ನು ನಾವು ಕಲಿಯುವಾಗ സ്വർഗസീമകളിൽ നിന്ന് ಹಾಲೆಲೂಯ ಪರಲೋಕದ ಸೀಮೆಯಿಂದ മത്സരിച്ച് ಹಾಲೆಲೂಯ ಮತ್ಸರವನ್ನು ಮಾಡಿ ആരാധനയ്ക്കെതിരെ പോരാടി, ಆರಾಧನೆಗೆ ವಿರುದ್ಧವಾಗಿ ಹೋರಾಡಿ, ദൈവസ്ഥാനത്തിനെതിരെ പോരാടി, ದೇವರ ಸ್ಥಾನಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಹೋರಾಡಿ, അഹങ്കരിച്ച് ಅಹಂಕಾರವನ್ನು ಹೊಂದಿಕೊಂಡು ആമേൻ ഒരുത്തൻ ಅಲ್ಲಿ ಒಬ್ಬನ ഗർവം കൊണ്ട് വെട്ടേറ്റ് താഴെ വീണു. ಅಲ್ಲಿ ಅಹಂಕಾರದಿಂದ ಕೆಳಗಡೆ ಬಿದ್ದನು. സ്തോത്രം. ಆಮೆನ್. അവന് ഈ ലോകത്തിൽ വീണതുകൊണ്ടാണ് ലോകം പാഴും ശൂന്യവുമായി തീർന്നത്. ಆ ಸೈತಾನನು ಭೂಮಿಯಲ್ಲಿ ಬಿತ್ತಿದ ಮೂಲಕವಾಗಿದೆ ಈ ಭೂಮಿ ಹಾಳಾಗಿ ಶೂನ್ಯವಾಗಿ ಹೋಗುವುದಕ್ಕೆ ಕಾರಣವಾಗಿದೆ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്നു. ಭೂಮಿ ಹಾಳಾಗಿ ಶೂನ್ಯವಾಗಿ ಇತ್ತು. ആദാം ഹവ്വ പാപം ചെയ്തപ്പോൾ ಆದಮ್ ಹವ್ವಳು ಪಾಪ ಮಾಡಬೇಕಂದ್ರೆ ദൈവം പറഞ്ഞു, ದೇವರು ಹೇಳಿದನು, ഈ തോട്ടത്തിൽ ಈ ತೋಟದಲ್ಲಿ എല്ലാ ഫലങ്ങളും, ಎಲ್ಲಾ ಹಣ್ಣುಗಳು, എല്ലാ നദികളും, ಎಲ್ಲಾ ನದಿಗಳು, എല്ലാ പക്ഷികളും, ಎಲ್ಲಾ ಹಕ್ಕಿಗಳು, എല്ലാ മൃഗങ്ങളും ಎಲ್ಲಾ ಮೃಗಗಳು സ്വൈര്യമോടെ വസിച്ചിരുന്നു. ಸ್ವೈರ್ಯವಾಗಿ ವಾಸ നീ ಮಾಡ್ತಾ ಇದ್ರು. പാപം ചെയ്യുകയാൽ ಆದ್ರೆ ನೀನ್ ಪಾಪ ಮಾಡಿದ ಮೂಲಕ ഇതിനകത്ത് മുള്ളും പറക്കാരിയ ഉണ്ടാകും. ಅದರಲ್ಲಿ ಮುಳ್ಳು ಗಿಡಗಳು ಉಂಟಾಗುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഇവൻ ചെല്ലുന്നിടത്ത് മുള്ളും പറക്കാരിയ ഉണ്ടാകും. ಸೈತಾನನು ಬರುವ ಜಾಗದಲ್ಲಿ ಮುಳ್ಳಿನ ಗಿಡಗಳು ಹಾಗೆ ಉಂಟಾಗುತ್ತದೆ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവനെ പുറത്തു കാണിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നത്. ಈ ಸೈತಾನನು ಆಚೆ ತಳ್ಳುವುದಕ್ಕಾಗಿದೆ ನಾವು ಇರುವುದು. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമെൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവൻ ഈ ഭൂമിയെ പാഴും ശൂന്യവും ആക്കിയെങ്കിലും ಈ ಸೈತಾನನು ಭೂಮಿಯನ್ನು ಹಾಳಾಗಿ ಶೂನ್ಯವಾಗಿ ಮಾಡಿದರೆ ಕೂಡಿ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ದೇವರ ಪವಿತ್ರ ಆತ್ಮನು ആഴത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടേയിരുന്നു, പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആഴದಲ್ಲಿ ಪರಿವರ್ತನೆ ಮಾಡುತ್ತಾ ಇದ್ರು. ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. ബൈബിളിലെ ഒന്നാമത്തെ വാക്യം ಬೈಬಲಲ್ಲಿ ಒಂದನೇ ವಾಕ್ಯ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. ಆಮೇ ಪವಿತ್ರಾತ್ಮನ ಒಂದು ಕ್ರಿಯೆಯಾಗಿದೆ. ദൈവം ഒന്ന് സൃഷ്ടിച്ചു.
ದೇವರೊಂದು ಸೃಷ್ಟಿ ಮಾಡಿದರು. ബൈബിളിന്റെ ആദ്യവാക്യം ಬೈಬಲ್ ഗോഡ് എന്താണ്, സാത്താൻ എന്നല്ല. ದೇವರು ಎಂಬುದಾಗಿದೆ, ಸೈತಾನು ಎಂದಲ್ಲ. ദൈവത്തിന്റെ കൈ എന്നാണ്, ದೇವರ സൃഷ്ടിപ്പ് എന്നാണ്. സൃഷ്ടി ಎಂದಾಗಿದೆ. മൂരನೇದಾಗಿ സാത്താൻ നശിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ಮೂರನೇದಾಗಿ ಸೈತಾನ പക്ഷേ ನಾಶ ಮಾಡಿದ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടേയിരുന്നു. ಆದರೆ ಪವಿತ್ರಾತ್ಮನು ಅದರಲ್ಲಿ ಚಲಿಸುತ್ತಾ ಇತ್ತು. ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു വിളിച്ചതിനെ, യേശു സ്വാമി യേശു ಕರೆದರು, വേർതിരിച്ചതിനെ യേശു സ്വാമി വേർപಡಿಸುವುದನ್ನು സാത്താൻ ശൂന്യമാക്കാൻ നോക്കിയാൽ, ಸೈತಾನನು ಶೂನ್ಯ പാഴാക്കാൻ നോക്കിയാൽ ಅದನ್ನೇ ಹಾಳು ಮಾಡೋದಕ್ಕೆ ನೋಡಿದರೆ പരിശുദ്ധാത്മാവ് വിടത്തില്ല. ಪವಿತ್ರಾತ್ಮನು ಬಿಡುವುದಿಲ್ಲ. ആത്മാവ് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ಆತ್ಮನು ಅದರ ಮೇಲೆ ಚಲಿಸುತ್ತಾ ಇರುತ್ತದೆ. ಆಮೆನ್, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್, ആമേൻ. ദൈവത്തിന്റെ സമയമായപ്പോൾ ದೇವರ ಸಮಯವಾಗುವಾಗ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു. ದೇವರ ಶಬ್ದವನ್ನು ಹೊರಟಿ ಬಂದು, സ്തോത്രം, ಆಮೆನ್, ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടു. ದೇವರ ಶಬ್ದವನ್ನು ಹೊರಟಿ ಬಂದು, എന്തായിരുന്നു ദൈവശബ്ദം? ಏನಾಗಿದೆ ದೇವರ ಶಬ್ದವು? ദൈവശബ്ദം, ದೇವರ ಶಬ್ದವು ദൈവം ದೇವರು ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ಉಂಟಾಗಲಿ ಎಂಬುದಾಗಿ ಹೇಳಿದರು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ಅಲ್ಲಿ ಉರುವಾಗಲಿ ಎಂದು ದೇವರು ಹೇಳಿದರು. അങ്ങനെ പറഞ്ഞപ്പോൾ ಆ ತರವಾಗಿ ಹೇಳಬೇಕಂದ್ರೆ ദൈവത്തിന്റെ വചനം, ದೇವರ ವಾಕ್ಯವು ആമേൻ, പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. ಕ್ರಿಯೆ ಮಾಡೋದಕ್ಕೆ ಶುರುವಾಯಿತು. ദൈവത്തിന്റെ പുത്രൻ, ದೇವರ ಕುಮಾರನು, ആമേൻ, പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. ಆ ಕ್ರಿಯೆ ಮಾಡೋದಕ್ಕೆ ಶುರು ಮಾಡಿದರು. അവൻ മുഖാന്തിരം ಆತನ സകലതും ಮುಖಾಂತರವಾಗಿ ഉണ്ടായി. ಸಕಲವು ಉರುವಾಯಿತು. ഞാൻ ജീവൻ തരാൻ വന്നിരിക്കുന്നു. ನಾನು ಜೀವ ಕೊಡುವುದಕ್ಕಾಗಿ ഞാൻ ಬಂದಿದೆ. ജീവൻ കൊടുക്കാൻ ನಾನು വന്നിരിക്കുന്നു. ಜೀವ ಕೊಡುವುದಕ್ಕಾಗಿ ಬಂದವನು. പാഴും ശൂന്യമായതിന്റെ മേളിൽ ಹಾಳು ಶೂನ್ಯವಾಗಿರದ ಮೇಲೆ ദൈവത്തിന്റെ വചനം പുറപ്പെട്ടു. ಆಮೇಲೆ ದೇವರ ವಾಕ್ಯವನ್ನು ಹೊರಟು ಬಂದು വെളിച്ചങ്ങൾ ദൈവത്തിന്റെ വചനത്താൽ ഉളവായി വന്നു. ಆಮೇಲೆ ಬೆಳಕುಗಳು ದೇವರ ಮಾತಿನಿಂದ ಉರುವಾಯಿತು. വെള്ളങ്ങൾ ഉരുവായി വന്നു. ಆಮೇಲೆ ನೀರುಗಳು ದೇವರ ಮಾತಿನಿಂದ ಉರುವಾಯಿತು. നക്ഷത്രങ്ങൾ ഉരുവായി വന്നു. ನಕ್ಷತ್ರಗಳು ದೇವರ ಮಾತಿನ ಮುಂದೆ ಉರುವಾಯಿತು. ആമേൻ. മരങ്ങൾ ഉരുവായി വന്നു. ಆಮೇಲೆ ಮರಗಳು ಉರುವಾಯಿತು. ആമേൻ. സസ്യസരാചരങ്ങൾ ഉരുവായി വന്നു. ಆಮೇಲೆ ಸಸ್ಯ ಜಾಲಗಳೆಲ್ಲ ದೇವರ ಮಾತುಗಳ ಮುಂದೆ ಸೃಷ್ಟಿಯಾಯಿತು. ಆಮೇಲೆ ശ്രദ്ധിക്കുക, ಶ್ರದ್ಧೆಯಿಂದ ಗಮನಿಸಿ. സാത്താൻ പാഴും ശൂന്യമാക്കിയാലും ಸೈತಾನನು ಹಾಳು ಶೂನ್ಯವಾಗಿ ಮಾಡಿದರೆ ಕೂಡ വചനം ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ಆಮೇಲೆ ವಾಕ್ಯವ ಶೂನ್ಯದಿಂದ ಸೃಷ್ಟಿ ಮಾಡುವುದಾಗಿದೆ. ആമേൻ. ಆಮೇಲೆ സാധാരണ ഉണ്ടാക്കലല്ല, ಸಾಧಾರಣವಾದ ಒಂದು ಸೃಷ್ಟಿ ಅಲ್ಲ. നക്ഷത്രങ്ങൾ ഉണ്ടായി വരട്ടെ. ಆಮೇಲೆ ನಕ್ಷತ್ರಗಳು ಉರುವಾಗಿ ಬರಲಿ. യജമാനന്റെ വാക്കാണ്. ಆಮೇಲೆ ಅದು ಯಜಮಾನನ ಮಾತಾಗಿದೆ. ഉണ്ടായി വരട്ടെ. ಆಮೇಲೆ ಅದು ಉರುವಾಗಿ ಬರಲಿ. സൂര്യൻ ഉണ്ടായി വരട്ടെ. ಸೂರ್ಯನು ಉಂಟಾಗಲಿ. വെളിച്ചങ്ങൾ ಬೆಳಕುಗಳು ഉണ്ടായി വരട്ടെ. ಉಂಟಾಗಲಿ. യജമാനൻ പറഞ്ഞപ്പോൾ ഉണ്ടായി. ಆಮೇಲೆ ಯಜಮಾನನು ಹೇಳಬೇಕಂದ್ರೆ ಅದು ಸೃಷ್ಟಿಯಾಯಿತು. ഇന്നും ശൂന്യതയുടെ മേൽ ദൈവം പണിയും. ಆಮೇಲೆ ಇವತ್ತು ಶೂನ್ಯತೆಗಳನ್ನು ದೇವರು ಕಟ್ಟುತ್ತಾರೆ. പാഴായതിനെ ദൈവം പണിയും. ಆಮೇಲೆ ಹಾಳಾಗಿ ಬಿತ್ತಿದನ್ನು ದೇವರು ಕಟ್ಟುತ್ತಾರೆ. സാറായുടെ ഗർഭപാത്രം പാഴായിരുന്നു. ಆಮೇಲೆ ಸಾರಾಯ ಗರ್ಭಶೀಲೆಯು ಅದು ಶೂನ್ಯವಾಗಿತ್ತು. അവളുടെ ആർത്തവം നിന്നിരുന്നു. ಆಮೇಲೆ ಅವರ ಮೊರೆಯನ್ನು ನಿಂತೋಗಿತ್ತು. ആമേൻ. അവളുടെ ഗർഭപാത്രം ശൂന്യമായിരുന്നു. ಆಕೆಯ ಗರ್ಭಪಾತ್ರವೇನು ಶೂನ್ಯವಾಗಿತ್ತು. എന്നാൽ ಆದರೆ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ಉರುವಾಗಲಿ ಎಂದ ಮಾತಿನಿಂದ ജീവൻ അവിടെ ഉള്ളിൽ ഉണ്ടായി. ಆಮೇಲೆ ಜೀವವು ಅವಳ ಒಳಗಡೆ ആ ಉರುವಾಯಿತು. ജീവൻ ഇന്നും ഉണ്ടാകും. ಆ ಜೀವವು ಇವತ್ತು ಕೂಡ ಉಂಟಾಗುತ್ತದೆ. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ആർക്കാണ് മക്കൾ ഉണ്ടാകത്തില്ല എന്ന്? ಯಾರ್ಕಾಗಿದೆ ಮಕ್ಕಳು ಉಂಟಾಗುವುದಿಲ್ಲ ಎಂದು ഡോക്ടർ പറഞ്ഞത്, ಡಾಕ್ಟರ್ಸ್ ಹೇಳಿದ್ದು, ലോകം പറഞ്ഞത്, ಲೋಕವು ಹೇಳಿದ್ದು. ആമേൻ. ദൈവം പറയുന്നു, ಆದ್ರೆ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, സാറായുടെ നിർജീവമായ ഗർഭപാത്രത്തിൽ ನಿರ್ಜೀವವಾದ വാക്കിനാൽ ജീവൻ ഉളവായി. ಅದು ನಾತನ ಮಾತಿನಿಂದ ಜೀವವು ಉರುವಾದರು. അതുകൊണ്ടാണ് ഇസ്ഹാക്കിന് പ്രത്യേകതയുള്ളത്. ಆದ್ದರಿಂದ ಇಸಹಾಕನಿಗೆ ಒಂದು ಪ್ರತ್ಯೇಕತೆ ಉಂಟು. ಆಮೆನ್. ಜೀಸಸ್. ഹല്ലേലൂയ. 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 ആമേൻ. സ്പീഡ് കൂടി പോകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ಜಾಸ್ತಿ ಆಗ್ತಾ ಇದೆ. സ്തോത്രം. ആമേൻ. ആമേൻ. ഞാൻ കർത്താവിനോട് രാവിലെ പറഞ്ഞു, ഈ മെസ്സേജ് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല.
ഹല്ലേലൂയ. കർത്തനത്തിൽ ഞാൻ ಬೆಳಗ್ಗೆ ಹೇಳಿದೆ കർത്താവ് ಮೆಸೇಜ್ ಹೇಳಿ പറഞ്ഞു, പറയാൻ ಮುಗಿಸೋದು ಸಾಧ್ಯ പറ്റുന്നിടത്തോളം ಇಲ್ಲ. പറഞ്ഞിട്ട് സ്തോത്രം പറഞ്ഞിട്ടേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ಹೇಳುವುದು ಆಗದಷ್ಟು ಹೇಳಿಬಿಟ್ಟು ಸ್ತೋತ್ರವನ್ನು ಹೇಳಿ ಮುಗಿಸಿ ಅಂತ ಹೇಳಿದರು. പറയാൻ പറ്റുന്നിടത്തോളം പറയാം. ഹല്ലേലൂയ. ಹೇಳುವುದಕ್ಕೆ ಆಗದಷ್ಟು ಮೆಸೇಜ್ ನಾನು ಹೇಳ್ತೀನಿ. പക്ഷേ എവിടെയൊക്കെ വിടുതൽ സംഭവിക്കും. ಆದರೆ ಎಲ್ಲೆಲ್ಲೋ ಬಿಡುಗಡೆಯನ್ನು ನಡೆಯುತ್ತಾರೆ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാത്താൻ ആമേൻ ഒരു ഭൂലോകം മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുക. സൈത്താനನು ಭೂಲೋಕ ಪೂರ್ತಿಯಾಗಿ ನಾಶ ಮಾಡಿ ಇಟ್ಟಿದ್ದಾನೆ. അവൻ ദേശങ്ങളെ നശിപ്പിക്കും. ಸೈತಾನನು ದೇಶಗಳನ್ನು ನಾಶ ಮಾಡ್ತಾನೆ. ലഹരിയാൽ ಲಹರಿ ವಸ್ತುಗಳಿಂದ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. ಆಮೆನ್. യുദ്ധದಿಂದ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആമേൻ. ക്ഷാമದಿಂದ. അരാജകത്വം കൊണ്ട്, സമാധാനമില്ലാതെ മൂലകವಾಗಿ, കറപ്ഷൻ കൊണ്ട്, ഭീകരവാദം കൊണ്ട്, ഭീകരവാദದಿಂದ. സ്തോത്രം. ആമേൻ. സാത്താൻ എന്ത് ചെയ്യും? നമ്മളറിയാതെ അവൻ ദേശങ്ങളെ പാഴും ശൂന്യമാക്കിയിരിക്കുക. സഭേനു ಗೊತ್ತಿಲ್ಲದೆ ಸೈತಾನನು ದೇಶವನ್ನು ಹಾಳು ಮಾಡಿದ್ದಾನೆ. അവൻ പ്രവർത്തിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു. ಸೈತಾನನು ಆಗಲೇ ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇತ್ತು, ಈಗಲೇ ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇದ್ದಾನೆ. സ്തോത്രം. ಆಮೆನ್. ഭീകരവാദിത ഗസയെ കൽക്കുന്നാക്കി മാറ്റിയിരിക്കുക. ಆ ಭೀകರವಾದಿಗಳು ಗಸೆಯನ್ನು ಅದು ನಾಶ ಮಾಡಿದ್ದಾರೆ. ഈ രക്തം മുഴുവൻ വീണിരിക്കുന്ന സാത്താന്റെ കരത്തിൽ നിന്നാണ്. ಆ ರಕ್ತ ಪೂರ್ತಿಯಾಗಿ ಸೇರಿಸುವುದು ಸೈತಾನ ಕ್ರಿಯೆಯಿಂದಾಗಿದೆ. യേശു കൊല്ലാൻ വന്നില്ല. ಆದ್ರೆ ಯೇಸು ಸ್ವಾಮಿ ಸಾಯಿಸೋದಕ್ಕಾಗಿ ಬಂದಿಲ್ಲ. കൊല്ലുന്ന ആരുടെയും പക്ഷത്ത് നമ്മൾ ഇല്ല. ಸಾಯಿಸುವ ಯಾರ್ದು ಪಕ್ಷದಲ್ಲಿ ಯೇಸು ദൈവം തന്റെ കാര്യം നടത്തിക്കൊണ്ടിരിക്കും. ಯೇಸು ಸ್ವಾಮಿ ತನ್ನ ಕರವನ್ನು ಕೆಳಗಡೆ ಹಾಕ್ತಾರೆ. ദൈവം തന്റെ കാര്യം നടത്തും. അത് നമുക്കറിയത്തില്ല എന്താ ദൈവം ചെയ്യുന്നതെന്ന്. ಯೇಸು ದೇವರು ತನ್ನ ಕಾರ್ಯವನ್ನು ಮಾಡ್ತಾರೆ, ಏನ್ ಮಾಡ್ತಾರೆ ಎಂದು ನಮಗೂ ಗೊತ್ತಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാ വീഴും. ಹಾಲೆಲೂಯ. ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ರು, ಖಡ್ಗವನ್ನು ಎತ್ತುವನು ಅದರಿಂದ ಬೀಳುತ್ತಾನೆ ಎಂದು. ലോകം മുഴുവൻ രാജ്യങ്ങളെ ശത്രു നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ಲೋಕ ಪೂರ್ತಿಯಾಗಿ ಸಭೆಯನ್ನು ಸೈತಾನ ನಾಶ ಮಾಡ್ತಾ ಇದ್ದಾರೆ. നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ಈ ವಾಕ್ಯ ಇಟ್ಕೊಂಡು ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ಕರ್ತನೇ, ആദിയിൽ പാഴും ശൂന്യമായതിനെ ಆದಿಯಲ್ಲಿ ಹಾಳಾಗಿನ ಶೂನ್ಯವಾಗಿತ್ತು മനോഹരമായ ഭൂമിയാക്കിയ കർത്താവേ, ಇಷ್ಟು ಮನೋಹರವಾದ ಸೃಷ್ಟಿ ಮಾಡಿದ ಕರ್ತನೇ, വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ നാഥാ, ಬೆಳಕುಗಳು ಉಂಟಾಗಲಿ ಎಂದು ಹೇಳಿದ ಕರ್ತನೇ, ആഴത്തിൽ വ്യാപരിച്ച ഇരുളിനെ മാറ്റിയ കർത്താവേ, ಆಳದಲ್ಲಿ ಕ್ರಿಯೆ ಮಾಡಿ ಅದನ್ನು നിറച്ച ദൈവമേ, ಶೂನ್ಯವಾಗಿದೆಲ್ಲ ತುಂಬಿಸಿದ ಕರ್ತನೇ, രാജ്യങ്ങളെ പണിയണമേ, ನಮ್ಮ ರಾಜ್ಯಗಳನ್ನು സമാധാനപൂർണ്ണമാക്കണമേ, ಸಮಾಧಾನಪೂರ್ಣವಾಗಿ ಮಾಡಿಸಬೇಕು, ಯುದ್ಧಗಳನ್ನು ನಿಂದೋಗಲಿ, ಬಿಲ್ಲುകളെ ഒടിച്ചു കളയണമേ, ಆಲಲ್ಲಿ ಅವರ ಬಿಲ್ಲುಗಳನ್ನು ಮುರಿದಾಕಬೇಕು, ലഹരിയെ നിർത്തിക്കളയണമേ, ಲಹರಿ ವಸ್ತುಗಳನ್ನು ನಿಲ್ಲಿಸಬೇಕು, തലമുറ നശിക്കുന്നു, ತಲೆಮಾರುಗಳ ನಾಶವಾಗಿ ദൈവമേ ഇടപെടണമേ, ದೇವರೇ ನೀನು ಕ್ರಿಯೆ ಮಾಡಬೇಕು, സമർത്ഥമായ ജീവൻ ಆಮೆನ್. ನಿನ್ನ ಸಮರ್ಥವಾದ ಜೀವವು ಕೊಡೋದಕ್ಕಾಗಿ ಬಂದರಲ್ಲ. ಆಮೆನ್ ಜೀಸಸ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. 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 ഹല്ലേലൂയ. ദൈവം സാത്താൻ തകർത്ത ഒരു കുടുംബം, ಸೈತಾನ್ ನಾಶ ಮಾಡಿದ ಒಂದು ಕುಟುಂಬವು ഇയ്യോബിന്റെ കുടുംബം. ಅದು ಇಯ್ಯೋಬನ ಕುಟುಂಬವು. സ്തോത്രം. അവൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ಸೈತಾನನು ಆ ಕುಟುಂಬವನ್ನು ಬಹಳ ನಾಶ ಮಾಡಿದನು. ആമേൻ. തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല, ಆತನು ಏನು ತಪ್ಪು ಮಾಡಿದಕ್ಕಲ್ಲ, നശിപ്പിച്ചു. ಆದರೆ ಸೈತಾನನು ಹಾಳು ಮಾಡಿದನು. മക്കള് പോയി, ಅವರ ಮಕ್ಕಳು ಸತ್ತೋಗಿದ್ರು. സ്തോത്രം. സമ്പത്ത് പോയി, ಸಂಪತ್ತೆಲ್ಲ ಹಾಳಾಯಿತು. ശരീരം പോയി, ಶರೀರವನ್ನು ಹಾಳಾಯಿತು. ഭാര്യ നഷ്ടപ്പെട്ടു, ಭಾರ್ಯನು ಆತನಿಗೆ ಬಿರುತವಾಯಿತು. സ്തോത്രം. ಆಮೆನ್. എല്ലാം നഷ്ടപ്പെട്ടു. ಆತನಿಗೆ ಎಲ್ಲ ನಷ್ಟವಾಯಿತು. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. ഞാൻ ഭാര്യ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അതേ ട്രാൻസ്ലേറ്റ് ചെയ്യണം. കാരണം അവസാനം ഭാര്യയെക്കുറിച്ച് പറയുന്നില്ല, അതിന്റെ കാര്യം നമുക്കറിയത്തില്ല. അതുകൊണ്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല, ദൈവത്തെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പം എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം ಆತನಿಗೆ ನಷ್ಟವಾಯಿತು. സ്നേഹിതൻ നഷ്ടപ്പെട്ടു, ಸ್ನೇಹಿತರು ನಷ್ಟವಾಗಿ ಹೋಗಿತು. ആമേൻ. ಆಮೆನ್. പക്ഷേ ಆದರೆ ഇയ്യോബിന്റെ കുടുംബത്തെ ദൈവം റിട്ടേൺ കൊണ്ടുവന്നു. ಆದರೆ ಇಯ್ಯೋಬನ ಕುಟುಂಬವನ್ನು ಮತ್ತೆ ದೇವರು ಪುನಃ ಕಟ್ಟಿದನು. പണിയുന്നവരിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ಆಮೆನ್. ನಾವು ಕಟ್ಟುವನಲ್ಲಿ ಆಗಿದ್ದಾರೆ ನಾವು ನಂಬುವುದು. ആ കർത്താവിൽ വിശ്വസിക്കണം. ನೀವು ಆ ಕರ್ತನಲ್ಲಿ ನಂಬಬೇಕು. ഇയ്യോബിന്റെ കുടുംബം ലോകത്തിന് മുമ്പിൽ
തകർന്നു പോയിരുന്നു, ಯೋಬಿನ ಕುಟುಂಬವು ಲೋಕದ ಮುಂದೆ ನಾಶವಾಗಿ ಹೋಗಿತ್ತು, ശൂന്യമായി പോയിരുന്നു. ಅದು ಶೂನ್ಯವಾಗಿ ಹೋಗಿತ್ತು. പക്ഷെ തമ്പുരാൻ ഇറങ്ങി വന്ന് പണിത് കാണിച്ചു. ಆದ್ರೆ ದೇವರು ಇಳಿದು ಬಂದು ಆ ಕುಟುಂಬವನ್ನು ಕಟ್ಟಿದರು. തമ്പുരാൻ പണിയുമ്പോൾ ದೇವರು ಕಟ್ಟುವಾಗ സമൃദ്ധിയായിട്ട് പണിയും. ಆಮೇಲೆ ಆತನು ಸಮೃದ್ಧಿಯಾಗಿ ಕಟ್ಟುತ್ತಾನೆ. യോബിന്റെ വീട് സമൃദ്ധിയായി പണിതു. ಆಮೇಲೆ ಯೋಬನ ಮನೆಯನ್ನು ಆತನು ಸಮೃದ್ಧಿಯಾಗಿ ಕಟ್ಟಿದನು. പിശാചേ, ಸೈತಾನನೇ, നീ ഉടച്ചത്, ನೀನು ಒಡೆದಾಕಿದು, നീ നശിപ്പിച്ചത്, ನೀನು ನಾಶ ಮಾಡಿದು, നീ മോഷ്ടിച്ചത്, ನೀನು ಕಳ್ಳತನ ಮಾಡಿದು, നീ കൊന്നത്, ನೀನು ಕೊಂದಾಕಿದು, നീ അതിന് കേറിയത്, ನೀನು ಅದರಲ್ಲಿ ಬಂದಿದ್ದು. തമ്പുരാൻ പണിയാൻ വന്നിട്ടുണ്ട്. ಆದ್ರೆ ಕರ್ತನು ಅದು ಕಟ್ಟುವ യേശു ಆಮೇಲೆ ನಮ್ಮ ಯೇಸು പണിയാൻ വന്നിരിക്കുക. ಆಮೇಲೆ ಆತನು ಕಟ್ಟುವುದಕ್ಕಾಗಿ ಬಂದಿದ್ದಾನೆ. ಆಮೇಲೆ ನೀವು ಹೊಂದಿಕೊಳ್ಳಿರಿ. ಚೂಡರಬಲ್ ಖಡವಾರಿ ಬರಗ ಶಮ್ದಲ್ ತುಡುಗ ರಗಶ ಅಥರಗಡದು ಮನಗರಗ ಶಾಲ ಹರ್ತಲ್ ಚುಡೋ ರೆಬಲಗಡ ಬಶ ಓ ರೇಖ ಬಶ ಬಾಲಗರ ಬಶಮ್ದಲ್ ತುಡ. ಆಮೇನ್ ಸ್ತೋತ್ರಂ ಸ್ತೋತ್ರಂ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. സാത്താൻ തകർത്തതിനെ ദൈവം പണിയാൻ പോവാ. ಆಮೇನ್. ಸೈತಾನನು ಒಡೆದಾಕಿದ್ದು ದೇವರು ಕಟ್ಟುತ್ತಾರೆ. ഹല്ലേലൂയ. ಆಮೇನ್. ഒരു ആമേൻ, ഒരു ആമേൻ മനുഷ്യൻ, ಒಂದು ಮನುಷ್ಯನು, സ്വത്രം, സാത്താൻ നശിപ്പിച്ചവനെ. ಸೈತಾನನು ಅವನನ್ನು ಹಾಳು ಮಾಡಿದನು. ആമേൻ. മാർക്കോസ് സുവിശേഷത്തിലുണ്ട്, ಮಾರ್ಕನ ಬರೆದ മത്തായി ಸುವಾರ್ತೆ, സുവിശേഷത്തിലുണ്ട്, ಮತ್ತಾയി ಬರೆದ ಸುವಾರ್ತೆಯಲ್ಲಿ ലൂക്കായുടെ ಉಂಟು, സുവിശേഷത്തിലുണ്ട്. ಲೂಕನ ಬರೆದ ಸುವಾರ್ತೆಯಲ್ಲಿ ಉಂಟು. ആമേൻ. മാർക്കോസ് 5:18 ഒന്ന് വായിക്കാം. ಮಾರ್ಕನ ಬರೆದ ಸುವಾರ್ತೆ 5ನೇ ಅಧ್ಯಾಯ 18ನೇ ವಾಕ್ಯ. സ്വത്രം. 1 മുതൽ വായിക്കാം. സോറി, 1ರಿಂದ ಓದಿಕೊಳ್ಳೋಣ. 5:1. 5ನೇ ಅಧ್ಯಾಯ 1. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, കല്ലറಗಳಲ್ಲಿ അവൻ ವಾಸ ಮಾಡ್ತಾ ಇತ್ತು. ಯಾರಿಗೂ ಅವನನ್ನು ಆಮೇನ್ ಚೈನಿನೆಂದು ಕೂಡಿ ಬೆಂದಿಸಕ್ಕೆ ಹಾಕ್ತಾ ಇರಲಿಲ್ಲ. ಹಲವಾರು ಸಾರಿ ಅವನನ್ನು ಆಮೇಲೆ ಬೇಡಿಕೆಗಳಿಂದಲೂ ಚೈನುಗಳಿಂದಲೂ ಬೆಂದಿಸಿ ಇಟ್ಟರು. ಅವನ್ ಆಮೇಲೆ ಬೇಡಿಕೆಗಳು ಆಮೇನ್ ಒಡೆದು ಬೀಸಾಕಿಬಿಟ್ಟು, ಸ್ತೋತ್ರ, ಅವನ ಕೈಯಲ್ಲಿರುವ ಆಮೇನ್ ಆ ಕೆಟ್ಟು ಎಲ್ಲ ಮುರಿದು ಬಿಟ್ಟರು. ಯಾರಿಗೂ ಅವನನ್ನು ಅಡಗಿಸುವುದಕ್ಕೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ. ಅವನ್ ರಾತ್ರಿಯೂ ಹಗಲು ಆಮೇನ್ ಸಮಾಧಿಗಳಲ್ಲಿ ಕೂವಾಡಿ ಆಮೇನ್ ಗೋಳಾಡಿ ಅವನ್ ನಡೀತಾ ಇತ್ತು. ಅವನ ಶರೀರವು ಅವನಾಗಿ ಕಲ್ಲೆತ್ತಿ ಒಡೆಯುತ್ತಾ ಇತ್ತು. ಅವನ ಯೇಸುವನ್ನು ದೂರನಿಂದ ನೋಡಿದರು. ಇದಾಗಿದೆ ನಮ್ಮ ನಿರೀಕ್ಷೆ, ಇതാണ് നമ്മുടെ പ്രത്യാശ, ಇದಾಗಿದೆ ನಮ್ಮ ನಿರೀಕ್ಷೆಯು. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. ಸ್ತೋತ್ರಂ. ഹല്ലേലൂയ. പ്രൈസ് ದಿ ലാർഡ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഒരു മനുഷ്യനെ സാത്താൻ തകർത്തിട്ടിരിക്കുക. ಇಲ್ಲಿ ಒಂದು ಮನುಷ್ಯನನ್ನೇ ಸೈತಾನನು ನಾಶ ಮಾಡಿ ಇಟ್ಟಿದ್ದಾನೆ. ഡീമൻ പോസസ് ചെയ്യുമ്പോൾ, സാത്താൻ പ്രവേശിക്കുമ്പോൾ, ഡീമൻ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വേറൊരു പദമാണ്, ഭൂതം. ഒത്തിരി പേരുണ്ട്, ഇതെല്ലാവരും വർണ്ണിക്കാൻ പറ്റിയല്ലോ. സ്വത്രം. ದೇವನು ಒಳಗಡೆ ಬರಬೇಕಂದ್ರೆ സ്വത്രം, സ്വത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതോ ഒരു ഡിക്ഷണറി വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിട്ട് ബെയ്സബൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ചകളുടെ രാജാവാണ്. ഈച്ചകളുടെ രാജാവ് എന്നാണ് പിശാചിന്റെ മറ്റൊരു പേരെന്ന്. ಒಂದು ಇದರಲ್ಲಿ ಡಿಕ್ಷನರಿ ನೋಡಬೇಕಂದ್ರೆ ಬೇಸಬೂಲ್ದ ಅರಸನಾಗಿದ್ದಾರೆ, ನೊಣಗಳದ ದೊಡ್ಡದು ಎಂಬುದಾಗಿ ಬರ್ತದೆ. ಆಮೆನ್. ಆಮೇಲೆ ಇನ್ನೊಂದು ಟ್ರಾನ್ಸ್ಲೇಷನ್ ಒಳಗಡೆ ಇನ್ನೊಂದು ಟ್ರಾನ್ಸ್ಲೇಷನ್ ಬೇಸಬೂಬ್ ಎಂಬುದಾಗಿರುವುದಕ್ಕೆ ಅರ್ಥ ಕೊಟ್ಟಿರುವುದು ನೊಣಗಳ ರಾಜನು, ನೊಣೆ. ಪ್ರೈಸ್ ಲಾರ್ಡ್ ಅಷ್ಟೇ. ಪ್ರೈಸ್ ಲಾರ್ಡ್. ಹಾಗೆ ആമേൻ. ഇവൻ ഇഷ്ടംപോലെ പേരിലാണ് ചുറ്റിക്കറങ്ങുന്നത്. എല്ലായിടത്തും ഉണ്ടല്ലോ, പുള്ളി എല്ലാം ഉണ്ടായോ എല്ലായിടത്തും. സ്വത്രം പല പേരിൽ ഇങ്ങനെ ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. ಹಲವಾರು ಹೆಸರುಗಳು ಸೈತನು ಇತರವಾಗಿ എല്ലാ കಡೆ ಹೋಗ್ಬೇಕಲ್ಲ, ಎಲ್ಲ ಜಾಗದಲ್ಲಿ ಹೋಗ್ಬೇಕಲ್ಲ. ഇയ്യോബിന്റെ വീട്ടിൽ ചെന്നപ്പം ആമേൻ, ഇയ്യോബിന്റെ വീട്ടിൽ നിന്ന് കർത്താവിന്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നപ്പം ആമേൻ പറഞ്ഞിരിക്കുന്നത് ഇവൻ എല്ലായിടത്തും ഊടാടി സഞ്ചരിച്ചിട്ട് വരുവാന്നോ. സർവ്വവ്യാപിയല്ല. ಯೋಬಿನ ಹತ್ರ ಹೋಗಿಬಿಟ್ಟು ದೇವರ ಸನ್ನಿಧಾನಕ್ಕೆ ಸೈತಾನ ಹೋಗಬೇಕಂದ್ರೆ ದೇವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ಇವನು ಎಲ್ಲ ಕಡೆನೂ ಓಡಾಡಿ ನಡೆದುಕೊಂಡು ಬರ್ತಿದ್ದಾನೆ. സർവ്വവ്യാപിയാണ്.
ದೇವರು ഒരാളേ ಸರ್ವವ್ಯಾಪಿಯಾಗಿದೆ. ഉള്ളൂ, ഒരാളേ ഉള്ളൂ. ದೇವರು ಒಬ್ಬನೇ. സാത്താൻ കോടിക്കണക്കിനുണ്ട്. ಆದ್ರೆ ಸೈತಾನನು ಕೋಟ್ಯಾಂತರ ಇದೆ. അവനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ಆ ಸೈತಾನನು ಎಲ್ಲ ಕಡೆನೂ ಸುತ್ತಾಡ್ತಾ ಇದ್ದಾನೆ. നമ്മുടെ വീട്ടിൽ വരും, ನಮ್ಮ ಮನೆಯಲ್ಲಿ ಬರ್ತಾನೆ. ആമേൻ, വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ನಾವು ಗಲಾಟೆ ಮಾಡಬೇಕಂದ್ರೆ അടിപിടി ഉണ്ടാക്കി കഴിഞ്ഞ ഒരൊറ്റ പോക്കാണ്. ನಾವು ಕಿತ್ತಾಡಿದ ಮೇಲೆ ಸೈತಾನು അടുത്ത ಹೋಗ್ಬಿಡ್ತಾನೆ. വീട്ടിൽ കയറാം. ನೆಕ್ಸ್ಟ್ ಮನೆಗೆ ಹೋಗ್ತಾನೆ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. അവിടെ വഴക്കുണ്ടാക്കിയിട്ട് അടുത്ത വീട്ടിൽ കയറാം. ಅಲ್ಲಿ ಗಲಾಟೆಯನ್ನು ಶುರು ಮಾಡಿಬಿಟ್ಟು ಬೇರೆ ഭയങ്കര ಮನೆಗೆ ബിസിയാണ് ಹೋಗ್ತಾನೆ. ആള്. ಆ ತರವಾಗಿ ತುಂಬಾ ಬಿಸಿಯಾಗಿರ್ತಾನೆ ಸೈತಾನು. സ്തോത്രം. പെന്തക്കോസുകാരുടെ വീട്ടിൽ കയറി തീർക്കാനേ സമയമില്ല പുള്ളിക്ക്. പെന്തക്കോസ് അവರ ಮನೆಯಿಂದ ಇಳಿಯೋದಕ್ಕೆ ಟೈಮ್ ಇಲ್ಲ ಸೈತಾನಿಗೆ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ബിസി ആയിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആര്? സാത്താൻ. ಆ ತರವಾದ ಬಹಳ ಬಿಸಿಯಾಗಿರೋದೊಂದು അവൻ ವ್ಯಕ್ತಿಯಾಗಿದೆ ಸೈತಾನು. ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രോസസ് ചെയ്തു, ಅವನೊಂದು ಒಂದು ಮನುಷ್ಯನ ಒಳಗಡೆ ಬಂದು പ്രവേശിച്ചു. ಪ್ರವೇಶ ಮಾಡಿ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രവേശിച്ചപ്പോൾ ಆ ತರವಾಗಿ ಪ್ರವೇಶಿಸಿದಂದ್ರ ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ಕೆಲ ವಿಷಯಗಳೆಲ್ಲ ಸಂಭವಿಸಿದೆ. അവൻ അലറുവാൻ ആരംഭിച്ചു. ಅವನು ಕೂಗಾಡೋದಕ್ಕೆ ಶುರುವಾಯಿತು. സ്തോത്രം. ಆಮೆನ್. നിലവിളിക്കാൻ തുടങ്ങി. ಆತನು ಕೂಗಾಡಿದನು. അവൻ ഒറ്റയ്ക്ക് കാടുകളിലേക്ക് ഓടാൻ തുടങ്ങി. ಅವನು ಒಬ್ಬನ ಒಂಟಿಯಾಗಿ ಗಾಡು ಪ್ರದೇಶಕ್ಕೆ അവൻ ಹೋಗಿದ್ದನು. സിമിറ്റേരിയിൽ കല്ലറകളിൽ കിടക്കുന്നത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ಸೈತನು ಸಮಾಧಿ ಕಲ್ಲರಗಳಲ್ಲಿ ನಿದ್ರೆ ಮಾಡೋದಕ್ಕೆ ಇಷ್ಟಪಟ್ಟನು. അവൻ കല്ലുകളെടുത്ത് തന്നെ ഇടിക്കാൻ തുടങ്ങി. ಅವನು ಕಲ್ಲುಗಳನ್ನೆತ್ತನು ತನ್ನನ್ನೇ ತಾನು ಚೆಚ್ಚುವುದಕ್ಕೆ അവന്റെ മേലൊരു പവർ ഉണ്ട്. ಆ ಸೈತನ ಮೇಲೆ ಒಂದು ಪವರ್ ಬಂದೆ. അതാർക്കും അവനെ പിടിച്ചു കെട്ടാൻ പറ്റിയല്ല. ಅವನಿಗೆ ಯಾರನ್ನು ಹಿಡಿದಾಕೋದಕ್ಕೆ ಅವನಿಗೆ ಸಾಧ್ಯವಾಗಿಲ್ಲ. ഇതാണ് സാത്താൻ. ಅದಾಗಿದೆ ಸೈತಾನ ಶಕ್ತಿ. ഒരു ജീവിതത്തിലേക്ക് സാത്താൻ പ്രവേശിച്ചാൽ ಒಂದು ಜೀವಿತದಲ್ಲಿ ಸೈತಾನನು ನುಗ್ಗಿದನೆ. ആ ജീവിതത്തെ ಆ ಜೀವಿತವನು ഏറ്റവും വേസ്റ്റ് ആക്കാൻ അവൻ നോക്കും. ಆ ಬಾಳವಾದ ವೇಸ್ಟ್ ಆಗಿ ಮಾರ್ಪಡಿಸೋದಕ್ಕಾಗಿ ಸೈತಾನ್ ನೋಡ್ತಾನೆ. ശ്രദ്ധിക്കുന്നുണ്ടോ? ನೀವು ಶ್ರದ್ಧೆಯಿಂದ ಗಮನಿಸ್ತಾ ಇದ್ದೀರಾ? ശ്രദ്ധിക്കുന്നുണ്ടോ? ಶ್ರದ್ಧೆಯಿಂದ ಗಮನಿಸ್ತಾ സ്തോത്രം. ಇದ್ದೀರಾ? ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പല രീതിയിലായിരിക്കും സാത്താൻ പ്രവർത്തിക്കുക. ಹಲವಾರು ವಿಧದಲ್ಲಿ ಆಗಿದೆ ಸೈತಾನ್ ಕ್ರಿಯೆ ಮಾಡಿದ್ದು. അങ്ങനെ സാത്താൻ ഇവന് പ്രവേശിച്ചാലും ಸೈತಾನು ಆ ತರವಾಗಿ ನುಗ್ಗಿದಿರಲು ആമേൻ അവനെ ശൂന്യമാക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ಆ ವ್ಯಕ್ತಿಯನ್ನು ಶೂನ್ಯವಾಗಿ അനുവദിച്ചോ? ಮಾಡಿಸುವುದಕ್ಕೆ ದೇವರ ദൈവം അവനെ ಅನುಮತಿಯನ್ನು വിട്ടോ? ಕೊಟ್ಟಿಲ್ಲ. സ്തോത്രം, സ്തോത്രം. ಆಮೆನ್. ആമേൻ. ഈ ഒരു 99% അല്ലെങ്കിൽ 90% മെന്റൽ പേഷ്യന്റുകളും ഈവിൾ സ്പിരിറ്റിനാൽ പിടിക്കപ്പെട്ടവരാണ്. 99% ಮೆಂಟಲ್ ಪೇಷಂಟ್ ಈವಿಲ್ ಸ್ಪಿರಿಟ್ ನಿಂದ ഭൂതം ಹಿಡಿಯಲ್ಪಟ್ಟವರಾಗಿದ್ದಾರೆ. പോകുമ്പോൾ അവർ നോർമലാവും. ಆ ದೆವ್ವಗಳನ್ನು ಬಿಟ್ಟು ಹೋಗುವಾಗ ಅವರು ನಾರ್ಮಲ್ മനുഷ്യൻ ഇവരെ പിടിച്ചു കൊണ്ടുപോയി മെന്റൽ ഹോസ്പിറ്റലിൽ ഇടും. പ്രൈസ് ലോർഡ്. എന്താണ് 8 കാലി അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദൈവാസം പാസ്റ്റേഴ്സ് മീറ്റിംഗ് വന്ന് പ്രസംഗിക്കുമ്പോൾ ഈച്ച വിടുന്നില്ല പുള്ളിയെ. നല്ല മെസ്സേജ് പറയുക. അപ്പോൾ ഒരു ഈച്ച കയറി വന്നു. എനിക്ക് അന്നേരം മനസ്സായി ഇത് സാത്താൻ പുള്ളിയെ ഡിസേർവ് ചെയ്യുക. അയാളും വളരെ പ്രായവും പക്വതയും മാന്യനായ ദൈവാസന. പക്ഷേ ഒരെണ്ണം എങ്ങനെയാണ് കയറി വന്ന് ആ മെസ്സേജ് അങ്ങ് കലക്കുക. സ്തോത്രം. ആമേൻ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കും കുറച്ച് കഴിയുമ്പോൾ. ಇತರವಾದ ನಮ್ಮನ್ನು ಕಲಗಿಸುವಾಗ ನಮಗೆ ವಿಷಯಗಳನ್ನು ಗೊತ್ತಾಗುತ್ತದೆ. ആമേൻ. തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വൈകിട്ട് മുതൽ ಭಾನುವಾರ വെള്ളിയാഴ്ച വൈകിട്ട് വരെയും ಫ್ರೈಡೆ ನೈಟ್ ವರೆಗೂ വലിയ കൊതുക് പറിക്കാത്ത കയറത്തില്ല. ಬಾಳವಾದ ಸೊಳ್ಳೆಯನ್ನು ಒಳಗಡೆ ಪ್ರವೇಶ. ശനിയാഴ്ച രാത്രി കയറും. ಸಾಟರ್ಡೆ ನೋಡಿದ್ರೆ ಫುಲ್ಲು ಸೊಳ್ಳೆ ಒಳಗಡೆ ಬಂದ್ಬಿಡುತ್ತೆ. അന്ന് ഉറക്കത്തില്ല. ಅವತ್ತು ರಾತ್ರಿ ನಿದ್ರೆ ಮಾಡೋದಕ್ಕೆ ಬಿಡುವುದಿಲ್ಲ. ഞായറാഴ്ച ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കേണ്ടതാ. ഇവർ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാല് അവരും ഉറങ്ങിക്കോളും, ഈ പുള്ളി ഉറങ്ങിക്കോളും എന്ന് പിശാചിനറിയാം. ಯಾಕೆಂದ್ರೆ ಭಾನುವಾರ ವಿರುತ್ತನು ಪ್ರಸಂಗ ಮಾಡಬೇಕು, ಈತನ ನಿದ್ರೆ ಮಾಡಿದರೆ ಬರದು ಜನನು ನಿದ್ರೆ ಮಾಡುತ್ತೆ ಎಂದು ಸೈತಾನಿಗೂ ಗೊತ್ತುಂಟು. ഒരിക്കൽ ഒരു എലി, 2 എലികൾ നമ്മുടെ സ്ഥിരമായിട്ട് എലികൾ കയറുമായിരുന്നു കൊട്ടിക്കര ചർച്ചിൽ. ಗೊಟ್ಟಿಗೆರೆ ಚರ್ಚಲ್ಲಿ ಸ್ಥಿರವಾಗಿ ಇಲಿನು ಒಳಗಡೆ ಬರ್ತಾ ಇತ್ತು. 2000 രൂപയൊക്കെ നല്ല കട്ടനൊക്കെ ഇവന്മാർ കടിച്ചു പറിച്ചെല്ലാം നശിപ്പിച്ചോണ്ടിരിക്കുക. ಒಳ್ಳೆ ಸಾಮಾನುಗಳೆಲ್ಲ ಅದು ನಾಶ ಮಾಡ್ತಾ ഇದ್ರು. ഞാൻ ഉപവസിച്ചു. ನಾನು ಉಪವಾಸ ಮಾಡಿದೆ. ആമേൻ. ഇതിനെ പുറത്ത് രണ്ടെണ്ണം അവസാനത്തെ 2 പിടിച്ച എന്തേരിയാലും കിട്ടുന്നില്ല. എല്ലാത്തിനെയും പിടിക്കും ഞാൻ. പക്ഷേ ഇവനെ കിട്ടും, ഇവന്മാർ 2 കിട്ടത്തില്ല. ಎಷ್ಟು ಎಲೆಗಳು ಇಡ್ತೀರಿ, ಆದ್ರೆ ಈ 2 ಎಲೆಗಳನ್ನ ಕೈಯಲ್ಲಿ ಸಿಗ್ತಾ ಇಲ್ಲ. ആമേൻ. അപ്പോൾ ദൈവം ഒരു വെളിപ്പാടിനെ കാണിച്ചു. ಆವಾಗ ದೇವರೊಂದು ಪ್ರಕಟಣೆಯನ್ನು ನನ್ನನ್ನು ತೋರಿಸಿದರು. ഞാൻ ഒരുത്തനെ പിടിച്ചു എലിയെ, ನಾನು ಒಬ್ರನ್ನ ಹಿಡಿದು അടുത്തവനെയും പിടിച്ചു. ನಾನು ಇನ್ನೊಬ್ರನ್ನ 50 പ്രാവശ്യം അടിച്ചിട്ട് ഇവൻ ചത്തില്ല. 50 ಸರಿ ಹೊಡೆದ್ರೆಲ್ಲ ಅವ್ನು ಸತ್ತಿಲ್ಲ. അവനെ കൊണ്ടുപോയി കളഞ്ഞു. ಅದನ್ನೇ ತಗೊಂಡೋಗಿ ಬಿಸಾಕಿದೆ. പക്ഷേ ಆದರೆ ആമേൻ ഈ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട്, അല്ലേ സൂസ, 8-9 വർഷമായിട്ട്
ಆದ್ರೆ ಹೋದ 8-9 ವರ್ಷಗಳಿಂದ ഒരു എലി വഴി തെറ്റിയങ്ങാണ്ട് പേടിച്ചകത്ത് വന്നിട്ട് തിരിച്ചോടി കളഞ്ഞു. ഇന്ന് വരെയും കയറിയിട്ടില്ല. ഒന്ന് എലി അതേപോലെ വീട് കിടക്കുന്നത്. ഇപ്പം കണ്ട് ഇവർ കയറി എന്ന് പറയുന്നുണ്ട്, നമ്മളിവിടെ ഇല്ല, ഇപ്പം കയറി എന്ന് പറയുന്നുണ്ട് 8 വർഷാനന്തരം. ആമേൻ. എല്ലാവർക്കും അറിയാം, കൊട്ടിക്കര ദൈവമൊക്കെ അറിയാം അതിനകത്ത് എന്ത് ശല്യം ഉണ്ടായിരുന്നു. അവനറിയാം അവന്റെ മൂത്തവനെ നമ്മൾ അടിച്ചു വിട്ടിരിക്കുക. ಯಾಕಂದ್ರೆ ಅದನ್ನ ದೇವರು ಓಡಿಸಿಬಿಟ್ಟಿದ್ದಾರೆ. ಸ್ತೋತ್ರಂ. ಆಮೆನ್. ಆಮೆನ್. ಪೆರಡ ಮೂಲೆಯಲ್ಲಿ ಈ ಕೊರಂಗೆ ಬರುವಾയിരുന്നു. ಈ ಮನೆಯ ಮೇಲ್ಗಡೆ ಕೋತಿಯನ್ನು ಬರ್ತಾ ಇತ್ತು. ಒಂದು 40ಕ್ಕೆ ಮೇಲೆ ಕೋತಿಗಳು ಬರ್ತಾ ಇತ್ತು. ഒത്തിരി പിരിക്കാൻ നേരം ഓപ്പോസിറ്റ് അപ്പാർട്ട്മെന്റ് ಕೋತಿ ಬಂದು ನಾನು ಕತ್ತಲ್ಲಿ ಹಿಡಿದೆ ಅಂತ ಹೇಳಿದೆ. ನಾನು ಅದನ್ನೊಳಗಡೆ ವಿವರಣೆ ಮಾಡೋಕ್ಕೆ ಟೈಮ್ ಇಲ್ಲ. ರಾತ್ರಿ 12 ಗಂಟೆಗೆ ಬಂದಿದೆ. ಆಮೇನ್. ರಾತ್ರಿ 12ವರೆಗೆ ಬಂದಿದೆ. ನನ್ನ ಶಾಸನ ಇದೆ. ನನಗಿಲ್ಲಿ ವಾದ ಮಾಡೋಕ್ಕೆ ಟೈಮ್ ಇಲ್ಲ. ನಾಳೆ ಪಾಸ್ಟರ್ಸ್ ಮೀಟಿಂಗ್ ನಡಿಬೇಕಾಗಿರೋದಲ್ಲಿ ಊರಿಂದ 4 ಭಾಗದಿಂದ ಪಾಸ್ಟರ್ಸ್ ಬರ್ತಾರೆ. ನಾನು ಒಂದೇ ಶಾಸನ ಮಾಡಿದೆ. 6 ಎತ್ತರದಿಂದ ಕೋತಿ ಕೆಳಗಡೆ ಬಿತ್ತು. ಆಮೇಲೆ ಅದು ಬಿತ್ತೋಯ್ತು. ಮರವನ್ನು ಬಿತ್ತು ಹೋಗಿದ್ದ ನೇರವಾಗಿ ಆ ಕೋತಿಗಳ ದೇಶದಿಂದೆಲ್ಲ ಬಿಟ್ಟೋಗಿದೆ. ಆಮೇಲೆ ಗೊಟ್ಟಿಕೆರೆ ಚರ್ಚಿನ ಆಪೋಸಿಟ್ ಅಪಾರ್ಟ್ಮೆಂಟ್ ಫುಲ್ಲಾಗಿ ಮೆಶ್ ಮಾಡಿದೆ. ಯಾಕೆಂದರೆ ಕೋತಿಗಳ ತೊಂದರೆಗಳಿಂದ. ಅಲ್ಲಿದೊಂದು ಅಜ್ಜಿ ಬಂದು ನಮ್ಮ ಹತ್ರ ಹೇಳಿದೆ, ಇಲ್ಲಿದ್ದು ಕೋತಿಗಳೆಲ್ಲ ಸೀಕೆಪಾಳ್ಯಕ್ಕೆ ಹೋಗ್ಬಿಟ್ಟಿದೆ ಅಂತ. ಆಮೇಲೆ ನನಗೆ ಈ ದೇಶದ ಶಕ್ತಿಗಳೆಲ್ಲ ಒಂದು ದಿವಸ ಪ್ರಕಟವಾಗುತ್ತದೆ. ಅವತ್ತು ನಾನು ಅದನ್ನ ತಲೆಯನ್ನು ಜಜ್ಜಾಗಿ ಕಳಿಸ್ತೀನಿ. ಆಮೇಲೆ ದೇವರಿಗೆ ಮಹಿಮೆ. ഹല്ലേലൂയ. ഇത് വർക്കാകുന്നില്ല മക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആ കൊച്ചത് മറിക്കും. ആ കൊച്ചിനെ ഒന്ന് പിടിച്ചോ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ വിഷയം ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂന്യതകൾ അല്പസമയം പിടിക്കാനും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ പോയിട്ട് കയറി വരാം, നോ പ്രോബ്ലം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ആമേൻ. അൺലിമിറ്റഡ് ആണ് നമ്മുടെ കമ്പൈൻഡ് വർഷിപ്പ്. സ്തോത്രം. സ്തോത്രം. ഉറക്കം വരുന്നവരെ കണ്ണ് തുറന്ന് പിടിച്ചു, നോ പ്രോബ്ലം. നിദ്ര വരുവൊരു കണ്ണನ್ನು ತೆರೆದು ಕೂತ್ಕೊಂಡು ನಿದ್ರೆ ಮಾಡಿ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവർക്ക് മഹിമ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അപ്പം ആമേൻ. സ്തോത്രം. സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെല്ലാം ഗമനം എടുത്താ ഇതിരാ ഗമനവിടെ. ഇത് ഈ പുള്ളിയുടെ കാര്യം പറയുമ്പോൾ പല ചിലരങ്ങ് ഞെളിവര് കൊള്ളതാണ്. ആമേൻ. ദൈവത്തെ സ്തോത്രം. ആമേൻ. ആ പുള്ളിയെ നമ്മൾ അറിയണം. എപ്പോഴും പറയാൻ പറ്റിയല്ലോ. എന്നിട്ട് വേണം നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി. ಸೈತಾನನ ಕುಟಿ ನಾವು ತಿಳಿದು ಬಿಟ್ಟಬೇಕು ಕರ್ತನು ನಮಗೋಸ್ಕರವಾಗಿ ಏನು ಮಾಡ್ತಾರೆ ಎಂಬುದಾಗಿ ನಾವು ನೋಡುವುದಕ್ಕೆ. ഇന്നലെ ഞാൻ ഒരിടത്ത് പോയി. ഞാനൊന്ന് ನಾನು ಬರಲ್ಲ ಅಂತ ಹೇಳಿದ್ರು. നാളെ 9:30 വരാം. നാളെ 9:00 ಬರ್ತೀನಿ. അതുവരെ എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അതുവരെയ്ക്ക് എനിക്ക് പ്രോഗ്രാം ഉണ്ട്. ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ രാത്രിയിൽ ಕೂತ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. രാത്രി എനിക്ക് ഹോസ്പിറ്റലിൽ ಬೆಳಿಗ್ಗೆ ನನಗೆ ഹോസ്പിറ്റലിൽ ಹೋಗಬೇಕಾಯಿತು. ബ്ലഡ് ചെക്കപ്പിന് പോകണമായിരുന്നു. ആ ബ്ലഡ് ചെക്കപ്പിಗಾಗಿ ಹೋಗಬೇಕಾಯಿತು. ആമേൻ. ഞാൻ പോയി
ನಾನು ಹೋಗಿದ್ದೆ, സ്വത്രം, ഞാൻ തിരിച്ചു വന്നു. ನಾನು ವಾಪಸ್ ಬಂದಿದೆ. 1 വർഷമായി എനിക്ക് തൈറോയിഡിൻ്റെ രോഗം ഉണ്ടായിട്ട്, അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, അത് ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ನಾನು ಥೈರಾಯ್ಡ್ ಕಂಪ್ಲೇಂಟ್ ಇರೋದು ವಿಷಯ ನಿಮಗೆ ಗೊತ್ತಿದೆ ಅಲ್ಲ, അതിന്റെ ಚೆಕಪ್ ಇತ್ತು. ആമേൻ. അപ്പം നിങ്ങൾ പോകുന്നേക്കാളും പരിശോധന കൂടെ ഞാൻ പോകുന്നത്, പക്ഷേ ഞാൻ പോയി. ನಾನು ಹೋಗಿದ್ದೆ. സ്വത്രം. ಆಮೇನ್. അവിടെ ചെന്നപ്പോഴാണ് വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, ഭയങ്കര ഇതാന്നൊക്കെ പറഞ്ഞു. ಅವರು ಹೇಳಿದೆ ಬಹಳ ವಿಷಯಗಳಾಗಿದೆ ಈ ಮನುಷ್ಯನಿಗೆ. ഞാൻ നിന്നപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഓണർ വന്നു. ನಾನು ಅಲ್ಲಿ ಹೋಗ್ಬೇಕಂದ್ರೆ ಓನರ್ ಬಂದ್ರು, ഒക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവരിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയണം. ನನ್ನ ಕರೆದಿದ್ದ ವ್ಯಕ್ತಿ ಹತ್ರ ನಾನು ಮಾತಾಡಿದೆ, ಅವರು ದೊಡ್ಡ ದೊಡ್ಡ ವಿಷಯಗಳೆಲ್ಲ ಹೇಳ್ತಾ ಇದ್ರು ಆತನೇ ಕುರಿತಾಗಿ. 4 ವರ್ಷത്തോളമായി എന്ന് പറയുന്നു ഇവനെ ഭൂത അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 4 ವರ್ಷವಾಗಿದೆ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ಇವನನ್ನು 2.5 ವರ್ಷമായിട്ട് ഇത് പ്രകടമാകുന്നുണ്ട്. 2.5 ವರ್ಷ ಕಾಲದಿಂದ ಅದು ಬಹಳ ಪ್ರಕಟವಾಗಿ ಬರ್ತಾ ಇದೆ. സ്തോത്രം. ഇപ്പോൾ അങ്ങ് വയലന്റ് ആയിരിക്കുക. ಈಗ ಆ ಹುಡುಗ ಬಹಳ ವೈಲೆಂಟ್ ಆಗಿ ಬಿಟ್ಟಿದ್ದಾನೆ. സ്തോത്രം. ಆಮೆನ್. ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ಯಾರಿಗೂ ಏನು ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. എന്തെങ്കിലും കാരണവശാൽ റൂമിന് പുറത്തു പോയാൽ ഇവൻ ആത്മഹത്യ ചെയ്യും. ಏನೇನು ಅಪ್ಪಿತಪ್ಪಿ ಇವನಿಗೆ ರೂಮಿಂದ ಆಚೆ ಕಳಿಸಿದ ಇವನು ಆತ್ಮಹತ್ಯೆಯನ್ನು ಮಾಡಿಕೊಳ್ಳುತ್ತಾನೆ. പറഞ്ഞല്ലോ, ആമേൻ. അവൻ തന്നെത്താൻ ഇടിച്ച് കൊല്ലാൻ നോക്കുക. ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಬರೆದಿದ್ದಾರಲ್ಲ, ದೆವ್ವ ಹಿಡಿದ ವ್ಯಕ್ತಿಯು ಅವನನ್ನೇ ಚಚ್ಚಿಕೊಂಡು ಸಾಯಿಸುವುದಕ್ಕಾಗಿ ನೋಡ್ತಾ ಇದ್ದಾನೆ. സെയിം ഒരു സാധനം, ಸೇಮ್ ಅದೇ ತರ ದೆವ್ವ ಹಿಡಿದೊಂದು ಹುಡುಗ, ഒരു 5.5 അടി പൊക്കമുള്ള ഒരു കല്ല് പോലത്തെ ചെറുക്കൻ, ಒಂದು 5.5 ಅಡಿ ಎತ್ತರ ಇರುವ ಬಹಳ ದೃಢವಾದ ಒಂದು ವ್ಯಕ್ತಿ. ജിംനാസ്റ്റിക്കും 2.5 വർഷമായിട്ട് അവിടെ ഇൻചാർജ് പോലെ നിൽക്കുകയാണ്. അവനവിടെ ഉണ്ട്. ജിം ಅಲ್ಲಿ ಅವನು 2 ವರ್ಷ ಕಾಲದಿಂದ ಇನ್ಚಾರ್ಜ್ ಆಗಿ ನಿಂತಿದ್ದಾನೆ. ആമേൻ. ഞാൻ അകത്തേക്ക് ഓഫീസ് റൂമിലേക്ക് കാലെടുത്ത് വെച്ചു. ನಾನು ಅವನ ಆಫೀಸ್ ರೂಮ್ಗೆ ಕಾಲಿಟ್ಟಿದ್ರು. ഇവർ പറഞ്ഞു ജിമ്മിനകത്ത് ഇവൻ വരത്തില്ല. ಅವನು ಹೇಳಿದು ಜಿಮ್ ಒಳಗಡೆ ಅವನು ಬರದಿಲ್ಲ ಎಂಬುದಾಗಿ. സ്വത്രം. ഇത് പ്രോസസ് ആകുമ്പോൾ, ഇത് സാധനം പ്രകടമാകുമ്പോൾ, കാരണം ഈ സാധനം വെളിപ്പെട്ടാൽ പിന്നെ അതിനകത്ത് ജിമ്മിൻ്റെ അതിനകത്ത് വലിയ ഏരിയയാണ്, അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന പിള്ളേർ, അതുകൊണ്ട് അതിനകത്ത് വരത്തില്ല. ಅದು ಪ್ರಾರ್ಥನೆ ಮಾಡೋದು ಒಂದು ಏರಿಯಾ ಆಗಿದ ಮೂಲಕವಾಗಿ ದೆವ್ವ ಒಳಗಡೆ ಬಂದ ತಕ್ಷಣ ಅವನು ഇന്നലെ സംഭവിച്ച കാര്യം ಇದು ನನ್ನೇ ನಡೆದ ವಿಷಯವಾಗಿದೆ ಹೇಳ್ತಾ ಇರುವುದು. ഞാൻ ഓഫീസിനകത്തോട്ട് കാലുകുത്തി, ನಾನು ಅವನ ಆಫೀಸಿನೊಳಗಡೆ ಕಾಲಿಟ್ಟಿದೆ. എന്റെ പൊന്നെ ഒരലർച്ച, ഇറങ്ങടാ പുറത്തുണ്ട്. ಕಾಲಿಟ್ಟ ತಕ್ಷಣ ಕೂಗಾಡಿದೆ, ಆಚೆ ಹೋಗು ಎಂದು. നീ ഇവിടെ നിന്ന് പോലെ, ನೀನ್ ಇಲ್ಲಿ ನಿಲ್ಲಬಾರದು, കണ്ടുപോകല്ലോ, ನಿನ್ನೆ ನೀ ಕಾಣಬಾರದು ಎಂದು. അവന്റെ ആദ്യത്തെ വാക്യം എനിക്ക് ഇവിടെ കിട്ടി. ಅವನ ಮೊದಲನೇ ಕೆಲಸ ನನಗೂ ಅರ್ಥ ಆಯ್ತು. ഞാൻ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടൊന്നും അല്ല ബൂത്തിന്റെ അടുക്ക് ചെല്ലുന്നത്. ಇವന് ഞാൻ ആരാണെന്ന് പിടികിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ಇವನಿಗೆ ನಾನು ಯಾರು ಎಂಬುದಾಗಿದೆ ಅರ್ಥ ಆಗಿದೆ ಎಂದು ನನಗೆ ಅರ್ಥವಾಯಿತು. കർത്താവോട് പറഞ്ഞു, എനിക്ക് അല്പം ധൈര്യം തരണം, അതുകൂട്ട് സാധനം നിൽക്കുന്നത്. ಕರ್ತನ ಹತ್ರ ನಾನು ಹೇಳಿದೆ, ನನಗೆ ಸ್ವಲ್ಪ ಧೈರ್ಯ ಜಾಸ್ತಿ ಕೊಡಿ, ಯಾಕೆ ಅಂದ್ರೆ ಆತರ ಒಂದು ಸಾಧನವಾಗಿದೆ, ಆಪೋಸಿಟ್ ನಿಂತಿದ್ದು. ഞാൻ വളരെ കൂളായി, ನಾನು ಬಹಳ ಕೂಲ್ ಆಯಿತು. ഈ ഭൂതം, ಈ ದೆವ್ವ അതിഭയങ്കരമായി വയലന്റ് ആയി, അതിഭയങ്കരವಾಗಿ വയലന്റ് ആಯಿತು. ഞങ്ങള് പഞ്ചാബിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഭൂതങ്ങളൊക്കെ ഇറക്കി വലിയ മന്ത്രവാദം കൊണ്ട് ഇങ്ങനെ ഭൂതം വന്ന് കയറുമ്പോൾ നെറ്റി ഇവിടെ തൊട്ട് ഇവിടെ വരെ പിളർന്ന് രക്തം കുടിക്കുന്ന ഭൂതത്തെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. ഓട്ടോമാറ്റിക് നെറ്റി പിളർക്കും, അത് രക്തം കുടിക്കുന്ന സാധനത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിലും ഭയങ്കര പേടിപ്പെടുത്തുന്ന പറഞ്ഞു. ಆದ್ರೆ ಈ ಹುಡುಗನಿಗೆ ಬಹಳ ಭಯ ಪಡಿಸುವ ಒಂದು ರೀತಿಯಲ್ಲಿ ഇവൻ അടുത്ത റൂമിലേക്ക് ഓടി. ಇವನು ನೆಕ್ಸ್ಟ್ ರೂಮ್ಗೆ ಓಡಿ ಹೋಗಿದ್ದನು. ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ എനിക്കൊന്നൊരു എന്തോ ഉപദേശപ്രസവമുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആമേൻ. അപ്പം ആമേൻ. ഈ പിള്ളേർ വിശ്വാസികളെ പക്ഷെ കട്ട് പോലെ എനിക്ക് തോന്നുന്നു. എന്തുവാണേലും ഇവൻ അടുത്ത റൂമിൽ കയറി, ಇವನು ಬೇರೆ ನೆಕ್ಸ್ಟ್ ರೂಮ್ಗೆ ಓಡಿ ಹೋಗಿದ್ದನು. ഗ്ലാസിനകത്തൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുക. ಅವನು ಆ ಗ್ಲಾಸ್ ಒಳಗಡೆಯಿಂದ ಆಚೆ ನೋಡಿಕೊಂಡು ಕೂತಿದ್ದಾನೆ. ഈ ഗ്ലാസ് എങ്ങാനും ഓപ്പൺ ആക്കാൻ പറ്റിയില്ല, അന്നേരം അവൻ 3-ാം നിലയിൽ ജമ്പ് ചെയ്ത് അവൻ ആള് തീരും. ಈ ಗ್ಲಾಸ್ ಏನಲ್ಲಿ ಹೊಡೆದಾಕಬೇಕಾದ್ರೆ ಅವನ 3ನೇ ಫ್ಲೋರಿಂದ ಜಂಪ್ ಮಾಡ್ತಾನೆ. പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. ಅವನು ಎಲ್ಲೆಲ್ಲಿ ತಪ್ಪಿಸಿಕೊಂಡು ಓಡೋಗೋದಕ್ಕಾಗಿ ಅವನು ನೋಡ್ತಾ ಇದ್ದಾನೆ. കസേര കയറിയിരുന്നു. ನಂತರವಾಗಿ ಅವನ ಚೇರ್ ಮೇಲೆ ಏರಿ ಕೂತಿದ್ದನು. ഞാൻ അവന്റെ ആ ചെറിയ ക്ലാസ് റൂമിനകത്തോട്ട് ഞാൻ കയറി ചെന്നു. ನಾನು ಆ ಚಿಕ್ಕದ ಕ್ಲಾಸ್ ರೂಮ್ ಒಳಗಡೆ ಹತ್ತಿ ಹೋದ್ರು. നടുങ്ങി നിൽക്കുകയാണ്. സ്വത്രം. ಆದರೆ ಜೊತೆಲಿರುವವರೆಲ್ಲ ನಡುಗಿ ನಿಂತಿದ್ದಾರೆ. അപ്പോൾ ഒറ്റ അലർച്ചയാണ്. ಆವಾಗ ಅವನು ಬಹಳ ಜೋರಾಗಿ ಕಿರ್ಚಾಡಿದನು. ഏത് മനുഷ്യനും ബോധം കെട്ടി വീഴും. ಯಾವ ಮನುಷ್ಯನಾದ್ರಲ್ಲ ಶಬ್ದ ಮುಂದೆ ಜ್ಞಾನ ತಪ್ಪಿ ಬೀಳುತ್ತದೆ. എന്നിട്ട് അവൻ ബോധം കെട്ട പോലെ അവൻ താഴോട്ട് വീണു. ಆದ್ರೆ ಅವನು ಪ್ರಜ್ಞೆಯನ್ನು ತಪ್ಪಿ ಅವನ ಕೆಳಗಡೆ ಬಿತ್ತು ಹೋಗಿದ್ದಾನೆ. ಸ್ತೋತ್ರಂ. ಆಮೆನ್. ಸ್ತೋತ್ರಂ. ಆಮೆನ್. ಅದು കഴിഞ്ഞ് അവൻ എഴുന്നേറ്റു. ನಂತರವಾಗಿ ಅವನು ಎತ್ತಿದನು. ഞാൻ പറഞ്ഞു,
എടാ പിശാചേ നീ എഴുന്നേക്ക്, അവൻ കടന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇനി എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. ನಾನು ಅವನ ಮಲಗುವಾಗ ಸೈತಾನ ಹತ್ರ ಹೇಳಿದೆ, ಸೈತಾನನೇ ನೀನಿನ್ನು ಎದ್ದೋಳುವುದಿಲ್ಲ ಎಂದು. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എഴുന്നേക്കത്തില്ല നീ പറയണം, ഞാൻ ഇതാടാ എഴുന്നേറ്റെന്ന് പറഞ്ഞു എഴുന്നേറ്റങ്ങ് നിന്നു. ನಾನು ಎದ್ದೋಳುವಿಲ್ಲದ ನೀನು ಹೇಳ್ತೀರಾ, ನಾನಿದೆ ಎದ್ದೋಳ್ತೀನಿ ಎಂಬುದಾಗಿ ಹೇಳ್ಕೊಂಡು ಅವನು ಎದ್ದು ಬಿಟ್ಟಿದ್ದನು. സ്തോത്രം. ಆಮೇಲೆ എന്നിട്ട് അവൻ ആ റൂമിൽ നിന്ന് പുറത്തു വന്നു. ನಂತರವಾಗಿ ಅವನು ಆ ರೂಮಿಂದ ಆಚೆ ಬಂದನು. ആമേൻ. പിന്നെ ഒത്തിരി വിരിക്കാൻ നേരമില്ല. ಮತ್ತೆ ವಿವರ ಬಗ್ಗೆ ಹೇಳೋದಕ್ಕೆ ಟೈಮ್ ಇಲ್ಲ. ഞാൻ ജിമ്മിനകത്തോട്ട് കയറുന്നു. ഈ പിള്ളേർ പറഞ്ഞു ഇതിനകത്തും കയറത്തില്ല. ಆ ಜಿಮ್ ಒಳಗಡೆಗೆ ನಾನು ಹೋಗಿದ್ದೆ. ಅವನು ಹೇಳಿದೆ, ಜೊತೆಲಿ ಇರುವರು ಹೇಳಿದ್ರು ಅವನ ರೂಮ್ಗೆ ಬರೋದಿಲ್ಲ ಎಂದು. ഞാൻ ಪಯ್യെ വിളിച്ചു, ശരവണ. ನಾನು ನಿಧಾನವಾಗಿ ಕರೆದೆ, ಶರವಣ ನೀನು ಇನ್ಸೈಡ್ ಬನ್ನಿ ಅಂತ ಹೇಳಿದರು. അവനൊരു കുഞ്ഞിനെ പോലെ ಆಡಿ ಅಗತ್ತು വന്നു. ಅವನೊಂದು ಚಿಕ್ಕ ಮಗುವಂತೆ ಆಡುತ್ತಾ ಒಳಗಡೆ പ്രവർത്തിക്കാൻ തുടങ്ങി. ನನಗೆ ಅರ್ಥ ಆಯಿತು ಕರ್ತನು ಕ್ರಿಯೆ ಮಾಡಕ್ಕೆ ಶುರುವಾಗಿದೆ ಎಂದು. ಇವನೇ ಕೊಂಡೋಗಿ ಚೇರ್ ಕೊಂಡು ഇരുത്തി. ಇವನನ್ನು ಕರ್ಕೊಂಡೋಗಿ ಒಂದು ಚೇರ್ ಅಲ್ಲಿ ಕುಂಡ್ರಿಸಿದರು. ഞാൻ ഓപ്പോസിറ്റ് ചെയറിൽ ഇരുന്നു. ನಾನು ಆಪೋಸಿಟ್ ಚೇರ್ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡೆ. അതിന്റെ ഓണർമാർ രണ്ടുപേരും വന്നു. അതിന്റെ ഓണറുകൾ ಇಬ್ಬರು ಜನರು ಬಂದರು. ನನ್ನನ್ನು ಕರ್ಕೊಂಡು ಹೋಗಿದ್ದ വേറെ ഇൻചാർജ് ഉണ്ടായിരുന്നു. ಆ ಜಿಮ್ನೇಷಿಯದ ಬೇರೆ ಇನ್ಚಾರ್ಜ್ ಕೂಡ ಇದ್ರು. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവന്റെ ചെവിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ನಾನು ಆತನ ಕಿವಿಯಲ್ಲಿ ಕೆಲ ವಿಷಯಗಳನ್ನು ಹೇಳಿದ್ರು. ഇവർ പറഞ്ഞു ഇവൻ ഭൂതം കയറുമ്പോൾ ചില കാര്യങ്ങൾ എഴുതി കാണിക്കുന്നു പറഞ്ഞു. ಇವನ್ ಹೇಳಿದ್ರು, എഴുതി കാണിക്കുന്നത് എന്തുവാ, ഞാൻ സാത്താനുമായിട്ട് ഉടമ്പടി ചെയ്ത് ഞാൻ പോകത്തില്ല. ಇವನಿಗೆ ದೆವ್ವ ಏರುವಾಗ ಇವನ್ ಕೆಲ ವಿಷಯಗಳು ಬರೆದು ತೋರಿಸ್ತಾರೆ. ಏನ್ ಬರೀತಾರೆ, ನಾನು ದೆವ್ವ ನಾನು ಬಿಟ್ಟು ಹೋಗುವುದಿಲ್ಲ. ಮಂತ್ರವಾದವന്റെ അമ്മേനെ സാത്താൻ കൊന്നു. ಮಂತ್ರವಾದದಿಂದ ಆತನ ಅಮ್ಮೆಯನ್ನು ಅವನು ಸಾಯಿಸಿ ಬಿಟ್ಟಿದ್ದಾನೆ. ഇവന്റെ ജീവൻ എടുക്കാതെ ഞാൻ ഇവനെ വിടത്തില്ല എന്നാണ് അവൻ ചലഞ്ച് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ಇವನ ಜೀವನು ഇവന്റെ ജീവൻ അല്ലാതെ ഒരു പോംവഴിയില്ല, നിങ്ങൾ എത്ര പറഞ്ഞാൽ പോകില്ല. ಇವನ ಜೀವನ ನನಗೆ ಬೇಕು, ಇವನ್ ಜೀವನ್ ಕೆತ್ಕೊಂಡೆ ನಾನು ಹೋಗುವುದು ಎಂಬುದಾಗಿ ಸೈತಾನು ವಾದ ಮಾಡಿ ನಿಂತಿದ್ದಾನೆ. കുറെ നേരം പറഞ്ഞു പെട്ടെന്ന് പേപ്പർ ചോദിച്ചു. ಸ್ವಲ್ಪ ಆಗಿದ ನಂತರ ಅವನು ಸಡನ್ ಆಗಿ ಪೇಪರ್ ಕೇಳಿದನು. പേപ്പറിൽ അവൻ ഇങ്ങനെ എഴുതി. ಆ ಪೇಪರ್ ಮೇಲೆ ಅವನು ಹೀಗೆ ಬರೆದಿದ್ದನು, ಅಣ್ಣ ഞാൻ ഉടമ്പടി ചെയ്ത് കയറിയിരിക്കുന്ന, ನಾನು ಒಡಂಬಡಿಕೆ ಇಟ್ಟು ಇವನ ಶರೀರದಲ್ಲಿ കല്ലെറിയട്ടെ. ನಿಮ್ಮಲ್ಲಿ ಪಾಪವಿಲ್ಲದರೂ ಈಕೆಯನ್ನು ಕಲ್ಲೆಸಲಿ. എല്ലാവരും കല്ലിട്ടിട്ട് പൊക്കളഞ്ഞു. ಆದ್ರೆ ಎಲ್ಲರೂ ಕಲ್ಲು ಕೆಳಗಡೆ ಇಟ್ಟು ಬಿಟ್ಟು ಹೋಗಿದರು. അവളോട് പറഞ്ഞു, ಯೇಸು ಸ್ವಾಮಿ ಅವಳ ಹತ್ರ ಹೇಳಿದ್ರು, മകളെ ആരും നിന്നെ ഒന്നും ചെയ്തില്ലേ? ಮಗಳೇ ಯಾರು ನಿನ್ನನ್ನು ದ್ರೋಹ ಮಾಡಲಿಲ್ವಾ? ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, ನಾನು ನಿನಗೆ ಶಿಕ್ಷೆ ಮಾಡುವುದಿಲ್ಲ. ആമേൻ. അതുകൊണ്ട് ശരവണ, ಆದ್ರಿಂದ ಶರವಣ, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന ഒരു യേശുവുണ്ട്. ಆಮೇಲೆ ನಿನ್ನ ಪಾಪಗಳೆಲ್ಲ ಕ್ಷಮಿಸುವ ಒಂದು ದೇವರಿದ್ದಾರೆ. ആ വചനം പറഞ്ഞതും ಆ ವಾಕ್ಯ ಹೇಳಿದ ತಕ್ಷಣ അവൻ ചെയറിൽ നിന്ന് കമന്ന് താഴെ വീണു. ಅವನು ಹಾಲೆಲೂಯ ಚೇರಿಂದ ಕೆಳಗಡೆ ಹಾಲೆಲೂಯ ಬಿತ್ತಿದನು. കണ്ണിന്റെ മുമ്പിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. ಆಮೇಲೆ ನನ್ನ ಕಣ್ಣು ಮುಂದೆನೆ ಆತನ ಕಣ್ಣುಗಳೆಲ್ಲ ತುಂಬಿ ತುಳುಕಿದೆ. സ്തോത്രം. ಆಮೇಲೆ അവൻ രണ്ടാമത് ഒരു ലൈൻ ഇട്ടു അതിന്റെ ആ പേപ്പറിന്റെ അടിയിൽ. ಆ ಪೇಪರ್ನ ಕೆಳಗಡೆ ಇನ್ನೊಂದು ಲೈನ್ ಹಾಕಿದನು. അതിന്റെ അടിയിൽ ഇങ്ങനെ എഴുതി, ಅದನ್ನ ಕೆಳಗಡೆ ಅವನು ಹೀಗೆ ಬರೆದಿದ್ದನು, അണ്ണ ಅಣ್ಣ forgive me. ಹಾಲೆಲೂಯ, ನನ್ನ ಹತ್ರ ಕ್ಷಮಿಸು. സ്തോത്രം. എന്നിട്ട് ആ കുഞ്ഞവിടെ മയങ്ങി കിടക്കുന്ന കണ്ടു. ನಂತರವಾಗಿ ಅವನು ಪ್ರಜ್ಞೆಯನ್ನು ತಪ್ಪಿ ಅಲ್ಲಿ ഞാൻ ಮಲಗಿದನು. പറഞ്ഞു ഇവൻ സമാധാനത്തോടെ എഴുന്നേക്കും. ನಾನು ಹೇಳಿದ್ರು ಇವನು ಸಮಾಧಾನವಾಗಿ ಎದ್ದೊಳ್ತಾನೆ. ഞാൻ തിരിച്ചു പോന്നു. ನಾನು ವಾಪಸ್ ಬಂದಿದೆ. സ്തോത്രം. അവൻ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു അതവനെ വിട്ടുപോയിരിക്കാം. ಆಮೇಲೆ ಅವರು ಇದುವರೆಗೆ ನನ್ನನ್ನು ಕರೆದಿಲ್ಲ, ನನಗೆ ಅನ್ಸುತ್ತೆ ಆ ದೆವ್ವ ಅವನೇ ಬಿಟ್ಟು ಹೋಗಿದೆ ಎಂದು. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ ഏറ്റവും വലിയ കൊടിയ ഭൂതമായിരുന്നത്. ನಾನು ನನ್ನ ಲೈಫಲ್ಲಿ ನೋಡಿದಲ್ಲಿ ಬಹಳ ಹೆಚ್ಚಾಗಿದೆ ಒಂದು ದೆವ್ವ. ദൈവത്തിന്റെ കൃപയിൽ ഒത്തിരി ആശ്രയിച്ചു. ಆಮೇಲೆ ಯಾಕೆಂದ್ರೆ ನಾನು ದೇವರ ಕೃಪೆಯಲ್ಲಿ ಬಹಳ ಆಶ್ರಯಿಸಿದರು. എന്റെ ബലഹീനതകളൊന്നും കണക്കിടല്ല. ಆಮೇಲೆ ತಂದೆ, ನನ್ನ ಬಲಹೀನತೆಗಳು ಯಾವ ಲೆಕ್ಕಕ್ಕೆ ಇಡಬಾರದು. ധൈര്യം എനിക്ക് തരണേ. ಆಮೇಲೆ ಅದನ್ನು ಎದುರು ನೋಡೋದಕ್ಕೆ ನನಗೊಂದು ಧೈರ್ಯವನ್ನು ಕೊಡಬೇಕು. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ಆಮೇನ್. ഇവൻ എത്ര ബന്ധിച്ചാലും, ಇವನು ಎಷ್ಟೇ ನೋಡಿದ್ರല്ലോ, ആമേൻ, ആ കെട്ടിനെ
എന്റെ അപ്പം പൊട്ടിച്ചിരിക്കും. ಆಮೆನ್. ಅವನು ಎಷ್ಟೇ ಬಂಧಿಸಿದರೇನು ಆ അവൻ ಬಂಧನಗಳನ್ನು ശൂന്യമാക്കാൻ, അവൻ പാഴാക്കാൻ വരുന്നു. ಅವನು ಹಾಳು ഞാനോ സമർത്ഥമായ ജീവൻ തരാൻ ಆದ್ರೆ വന്നിരിക്കുന്നു. ನಾನು ನಿಮಗೆ ಸಮೃದ್ಧಿಯಾದ ಜೀವ ಕೊಡುವುದಕ್ಕಾಗಿ ಬಂದಿದ್ದೇನೆ. ಆಮೆನ್ ಜೀಸಸ್. ಓರಿಖಬಲನಗರ ഊഹാന സംബലേ രഹസ്യാരകടയ പ്രബലകടയ അംധുരാജാല രഗന റിബല രബലേ രബലേ ശബലകടയ പ്രവാദി. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ಅವನೊಂದು ದೊಡ್ಡ ಅಮೌಂಟ್ ನನ್ನ ಕೈಯಲ್ಲಿ ಕೊಟ್ಟಿದೆ. ನಾನು ಅವನಿಗಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ದುಡ್ಡಿಸ್ಕೊಂಡು വിട്ടില്ല, വേറെ ആള് കൈ കൊടുത്താവോട്ട് വിട്ടു. ഇത് ചർച്ചിന് വേണ്ടിയുള്ള സ്വോത്രം നിർബന്ധപൂർവ്വം എന്നെ തന്നു. ഞാൻ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ സൺഡേ സ്കൂളിൽ നിങ്ങൾ എല്ലാ സാധനവും മേടിച്ചോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്വോത്രം. ಸಂಡೇ ಕ್ಲಾಸ್ಗೆ ನಿಮಗೆ ಬೇಕಾಗಿರೋದೆಲ್ಲ ಸಾಮಾನು ಈ ದುಡ್ಡಲ್ಲಿ ತಗೊಳ್ಳಿ ಅಂತ. സ്വോത്രം. നമ്മൾ പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതല്ലെന്ന് പറയാൻ വേണ്ടിയാ വന്നേ. ನಾವು ಹಣಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಕಲ್ಲಿ ಹೋಗಲಿಲ್ಲ. ജീവനെ വിടുവിക്കുകയാണ് നമ്മൾ. ಒಂದು ಜೀವನಿಗೆ ಬಿಡುಗಡೆಯನ್ನು ಕೊಡುವುದು. സ്വോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വോത്രം. ആമെൻ. പ്രൈസ് ദി ലോർഡ്. ഓരോ സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് എത്ര കിട്ടും എന്നുള്ളതല്ല. ಒಂದೊಂದು ಜಾಗದಲ್ಲಿ ಶುಶ್ರೂಷೆ ಮಾಡುವಾಗ ಅಲ್ಲಿ ಸಿಕ್ಕತೆ ಅಂತಲ್ಲ. ബന്ധിച്ചതിനെ എങ്ങനെ വിടുവിക്കാൻ പറ്റും? ಆಮೆನ್. ಸೈತಾನನು ಬಂಧಿಸಿದನು ಹೇಗೆ ಅದರಿಂದ ಬಂಧನದಿಂದ ಬಿಡುಗಡೆ ಕೊಡಬೇಕು? യേശുവിനെ അറിയും. ಆಮೆನ್. ನನ್ನ ಯೇಸುವಿನು ഇവൻ എങ്ങനെ നിത്യജീവൻ കിട്ടും? ಹಾಲೆಲೂಯ. ಇವನಿಗೆ ಹೇಗೆ ನಿತ್ಯ ಜೀವ ഇതാണ് ಸಿಗುತ್ತದೆ? നമ്മുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്നത്. ಇದಾಗಿದೆ ನಮ್ಮ ಹೃದಯ ಒಳಗಡೆ ಇರುವುದು ವಿಷಯ. Praise the Lord. ಆಮೆನ್. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമെൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കണം. ആമെൻ. ದೇವರ ಆತ್ಮನು ಚಲಿಸುತ್ತಾರೆ. അന്ധകാരങ്ങൾ വെളിച്ചമാകട്ടെ. ಅಂಧಕಾರವನ್ನು സംഗതികൾ പൊട്ടട്ടെ. ಸಂಗತಿಗಳು ಬಿಚ್ಚಿ സാത്താൻ ಹೋಗಲಿ. നശിപ്പിച്ചതിനെ പണിയണമേ. ಸೈತಾನನು ಹಲ್ಲೆಲೂಯ ನಾಶ ಮಾಡಿದ ದೇವರು ಕಟ್ಟುತ್ತಾರೆ. അങ്ങ് ജീവൻ ഉണ്ടാകാമെന്നതുകൊണ്ട് ಆಮೆನ್. ಆಮೇಲೆ ಜೀವ ജീവൻ ಉಂಟಾಗಲಿ. പകരണേ. ಜೀವವನ್ನು ಸುರಿಸಲಿ. സമൃദ്ധിയായ ജീവനെ തരണേ. ಸಮೃದ್ಧಿಯಾದ ಜೀವವನ್ನು ಕೊಡಬೇಕು. Yes, എഴുന്നേൽക്ക്. ಆಮೆನ್. സൗഖ്യമാക്. ಸೌಖ್ಯವಾಗಲಿ. ಶಿಖರಬನ മുറിവുകൾ ഉണങ്ങട്ടെ. ആമേൻ. Rabala, Ribala, Ribala, Rabala, Shabala, Ragana, Al-Bukhari, Al-Kadate, Ruhoria, Alagadaga, Jalagada, Ribalagadaga, Jalagada. Amen. സ്നേഹിച്ചാൽ ഈ ദൈവത്തെ സ്നേഹിക്കണം. ആമേൻ. ನೀವು ಪ್ರೀತಿ ಮಾಡಿದ್ರೆ ಈ ದೇವರನ್ನು ಪ್ರೀತಿ ಮಾಡಿ. വിശ്വസിച്ചാൽ ഈ ദൈവത്തെ വിശ്വസിക്കണം. ನಂಬಿದರೆ ಈ ದೇವರನ್ನು ನಂಬಬೇಕು. വിടുവിക്കുന്ന ദൈവത്തെ, ആമേൻ. ಬಿಡುಗಡೆ ಕೊಡುವ രക്ഷിക്കുന്ന ദൈവത്തെ, ರಕ್ಷಣೆ ಕೊಡುವ ದೇವರು, പൂർണ്ണമായി രക്ഷിക്കുന്ന ദൈവത്തെ, പൂർണ്ണವಾಗಿ ರಕ್ಷಣೆ ಕೊಡುವ ದೇವರನ್ನು. ಆಮേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒത്തിരി വിഷയങ്ങൾ പറയാൻ വരുന്നുണ്ട്. ತುಂಬ ವಿಷಯಗಳು ಎಳೆದುಕೊಂಡು. ആമേൻ. അത് താഴ്വാരങ്ങളിൽ എത്ര ചിതറിയാലും, ഹല്ലേലൂയ, ಅದು ತಕ್ಕಲ್ಲಿ ಎಷ್ಟಾಗಿ ಸೆದರಿ ಹೋಗಲಿಲ್ಲ, എത്ര ഉണങ്ങിക്കിടന്നാലും, ಎಷ್ಟೇ ಆಸ್ತಿಗಳೆಲ್ಲ ಒಣಗೋಗಿದ್ರೆ, അതെത്ര കൂടുതലാണെങ്കിലും, ಅದು ಎಷ್ಟು ಜಾಸ್ತಿ ಇದ್ರೇಲೋ, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടതാണെങ്കിലും, എല്ലാ ನಿರೀಕ್ಷೆಯನ್ನು ಕುಂದಿ ಹೋದ್ರೇಲೋ, ദൈവം പ്രവാചകനോട് പറഞ്ഞു, ದೇವರು ಪ್ರವಾದಿ ಹತ್ರ ಹೇಳಿದೆ, അസ്ഥികളെ നോക്കി പ്രവചിക്കണം. ಆಮೇಲೆ ನೀವು ಈ ಒಣಗಿದ ಅಸ್ಥಿಗಳನ್ನು ನೋಡಿ ಪ್ರವಾದನ ನುಡಿರಿ. നീ പ്രവചിക്കണം. ನೀನ್ ಪ್ರವಾದನ നീ ನುಡಿ. കാണുന്നതല്ല ഞാൻ കാണുന്നത്. ಆಮೇಲೆ ನೀನ್ ನೋಡುವುದಲ್ಲ ನಾನ್ ನೋಡುವುದು. നീ പറയാൻ ആഗ്രഹിക്കുന്ന അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ನೀನು ಹೇಳುವುದಕ್ಕೆ ಇಚ್ಛೆ ಪಡುವುದಲ್ಲ ನಾನು ಹೇಳುವುದಕ್ಕೆ ഈ ಇಚ್ಛೆ ಪಡುವುದು. അസ്ഥികളെല്ലാം ജീവിച്ചു വരുന്ന ദിവസങ്ങളുണ്ട്. ಆಮೇಲೆ ಈ ಒಣಗಿದ ಅಸ್ಥಿಗಳೆಲ್ಲ ಜೀವಿಸುತ್ತಾರೆ. ഇതൊരു സൈന്യമായി എഴുന്നേൽക്കും. ಇದೊಂದು ಸೈನ್ಯವಾಗಿ ഏ ಎದ್ದೇಳುತ್ತಾರೆ. പ്രവാചക, നീ പറയുക ഇത് ജീവിക്കും. ಏ ಪ್ರವಾದಿಯೇ, ನೀನು ಹೇಳಿ ಇದು ಜೀವಿಸುತ್ತಾರೆ. നിന്റെ നിരാശകൾ പോകും. ಆಮೇಲೆ ನಿನ್ನ ನಿರಾಶೆಗಳು ಹೋಗುತ್ತದೆ. നിന്റെ വേദനകൾ പോകും. ನಿನ್ನ ಬೇದನೆಗಳು ನೀಗಿ ಹೋಗುತ್ತದೆ. നിന്റെ കണ്ണുനീരുകളെ യേശു തുടയ്ക്കും. ಆಮೇಲೆ ನಿನ್ನ ಕಣ್ಣೀರುಗಳನ್ನು ಯೇಸು ಸ್ವಾಮಿ ಒರೆಸುತ್ತಾರೆ. നീ പ്രവചിക്കുക. ನೀನ್ ಪ್ರವಾದನೆ ಮಾಡಿ. അങ്ങനെ സംഭവിക്കും. ಹಾಗೆ ಸಂಭವಿಸುತ್ತದೆ. എന്റെ ദേശമേ, ಆಮೇಲೆ ನನ್ನ ದೇಶವೇ, നീ വിടുവിക്കപ്പെടും. ನೀನ್ ಬಿಡುಗಡೆ ಹೊಂದುತ್ತಾರೆ. ಅರಹಸಿ ಕಬಾಲ ಕರ್ಸುಡೋ ಲಗಲಗ ಬಾರಗಲ ಬಡಬಶ ಅಥರಗಡದು ಬಲಾಗ ಜಾರಗಶ ಅಥರೆ ದುಬನಗಡ ಬಲ್ಕಡಿವೆ ರಬಲ್ ತುಡೋ ರಬಲಗಡ ಬಶ ಓರಿ ಖಬಬ ಬಬ ಬರಶಿ ಬಾರ ಅಥರಗಡದು ಬನಾಗದರ ಚಗಲ್ ಪಡಿಗ ಲಗನಗರ ಬಶ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
Amen. Praise the Lord. Hallelujah. Hallelujah. Amen. സ്തോത്രം. Hallelujah. Amen. Praise the Lord. Hallelujah. ശൂന്യമായ വല യേശു നിറയ്ക്കും. ಶೂನ್ಯವಾದ ಬಲೆಯನ್ನು ಯೇಸು ಸ್ವಾಮಿ ತುಂಬಿಸುತ್ತಾರೆ. ശൂന്യമായ പേഴ്സുകൾ യേശു നന്മയാൽ നിറയ്ക്കും. ಆಮೆನ್. ಶೂನ್ಯವಾದ ನಮ್ಮ ಪರ್ಸುಗಳನ್ನು ದೇವರು ಒಳ್ಳೆತನಗಳಿಂದ ತುಂಬಿಸುತ್ತಾರೆ. ശൂന്യമായ അടുക്കളയെ യേശു മാറ്റും. ಶೂನ್ಯವಾದ ഇതെല്ലാം ನಮ್ಮ കർത്താവ് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം. ತುಂಬಿಸುತ್ತಾರೆ. ആമേൻ. ಕರ್ತನು ಹೇಳದೆ ಕೇಳ್ತಾ ಇರುವುದು. ആമേൻ. ಆಮೆನ್. അവരെ വെറുതെ വിട്ടുകളയാൻ എനിക്ക് മനസ്സില്ല. ಅವರೇ ಸುಮ್ಮನೆ നിങ്ങൾ അവർക്ക് ആഹാരം കൊടുത്തയക്കണം. ಅವರೇ ಸುಮ್ಮನೆ ಬಿಡುವುದಕ್ಕೆ ನನಗೆ ಮನಸ್ಸಿಲ್ಲ. ശൂന്യമായ ಅವರ വയറുകളെ യേശു നിറയ്ക്കും. ಅವರದು ಶೂನ್ಯವಾದ ಹೊಟ್ಟೆಗಳನ್ನು ದೇವರು ತುಂಬಿಸಿದ್ದಾನೆ. ആമേൻ. ಆಮೆನ್. ആമേൻ. ഹല്ലേലൂയ. ഇനി കർത്താവ് പറഞ്ഞ ഒരൊറ്റ വചനം കൂടെ വായിക്കാം. ഇനി കർത്തನು ಹೇಳಿದ ಇನ್ನೊಂದು ಮಾತು ವಾಕ್ಯವನ್ನು 65 സങ്കീർത്തനത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 65ನೇ ಕೀರ್ತನೆ 9ನೇ ವಾಕ್ಯದಿಂದ ಓದಿಕೊಳ್ಳೋಣ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വായിച്ചോ. பூமியை விசாரித்து அதற்கு நீர் பாய்ச்சுகிறீர். தண்ணீர் நிறைந்த தேவ நதியினிலே அதை மிகவும் செழிப்பாக்குகிறீர். இப்படி நீர் அதை திருத்தி அவர்களுக்கு தானியத்தை விளைவிக்கிறீர். വായിച്ചേ മലയാളത്തില്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ആ നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ആ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞ് ഇരിക്കുന്നു. ದೇವರ ಸಮುದ್ರದಲ್ಲಿ ನೀರನ್ನು ತುಂಬಿ ತುಳುಕಿದೆ. ആമേൻ. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ആ നീ അതിന്റെ ഉൾവശാലുകളെ നനയ്ക്കുന്നു. ആ നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. ആ മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. ആ അതിനെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. യെസ്. സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ആമേൻ. പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ആമേൻ. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. ആമേൻ. കുന്നുകൾ ഉല്ലാസം വലിക്കുന്നു. ആമേൻ. ദേശിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആമേൻ. താഴ്വരകൾ ധാന്യം കൊണ്ടും ആമേൻ. കൊണ്ട് മൂടിയിരിക്കുന്നു. യെസ്. ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ആമേൻ. ഇനി ഒരു ഭാഷ കൂടി ഇത് വായിക്കാം. കന്നഡത്തിൽ വായിച്ചേ. ಕನ್ನಡದಲ್ಲಿ ಓದಿ. ನೀನು ನಮ್ಮ ದೇಶವನ್ನು ಕಟಾಕ್ಷಿಸಿ ആ ನಮ್ಮ ಮೇಲೆ ಮಳೆ ಸುರಿಸಿ ആ ಚೆನ್ನಾಗಿ ಹದಗೊಳಿಸುತ್ತಿ. ആ ಆದರೆ ನಿನ್ನ ಕಾಲುವೆಗಳಲ್ಲಿ ನೀರಿಗೆ ಕೊರತೆ ಇಲ್ಲ. ಹೀಗೆ ಭೂಮಿಯನ್ನು ಸಿದ್ಧ ಮಾಡಿ ആ ಮನುಷ್ಯರಿಗೆ ತ್ಯಾಗವನ್ನು ಒದಗಿಸುತ್ತಿ. ആ ನೆಕ್ಕಿದ ಗಿರಿಗಳನ್ನು ತ್ಯಾವಿಸಿ ആ ಮಳೆಯಿಂದ ಅದರ ಎಂಟೆಗಳನ್ನು ಕರಗಿಸಿ ആ ಸಮ ಮಾಡುತ್ತಿ. ആ ಅದರ ಬೆಳೆಯನ್ನು ವೃದ್ಧಿಪಡಿಸುತ್ತಿ. സ്തോത്രം. ನಿನ್ನ ಕೃಪೆಯಿಂದ ആ ಸಮಸ್ತರಕ್ಕೆ ಸುಭಿಕ್ಷ ಕಿರೀಟವನ್ನು ಇಟ್ಟಿದ್ದಿ. ആ ನೀನು ಹಾದು ಹೋಗುವ ಮಾರ್ಗದಲ್ಲೆಲ್ಲ ಸಮೃದ್ಧಿಕರವಾದ ವೃಷ್ಟಿಯು ಸುರಿಯುವುದು. ആ ಮೇವು ಕಾಡುಗಳು ആ ಅಚ್ಚುಗೆ ಕಂಗೊಳಿಸುತ್ತವೆ. ആ ಗುಡ್ಡಗಳು ಅರ್ಶವೆಂಬ ನಡುಕಟ್ಟನ್ನು ಬಿಗಿದುಕೊಂಡಂತಿವೆ. ആ പ്ര- ಕಾವಲುಗಳು ಕುರಿಹಿಂಡುಗಳೆಂಬ ವಸ್ತ್ರವನ್ನು ಒದಗಿಕೊಂಡಿವೆ. ആ ജോറ് ക്ലിയർ ആಗಿ ഓതി വെക്കോ. ഓതി. ತಗ್ಗುಗಳು ಬೆಳೆಯಿಂದ ಶೋಭಿಸುತ್ತವೆ. ആ ಅವು ಆನಂದಘೋಷ ಮಾಡಿ ആ ಆಡುತ್ತವು ಎಂಬುವಂತಿವೆ. ആമേൻ. ಆಮೆನ್. ഇത് എല്ലാവരും അണ്ടർലൈൻ ചെയ്തോളൂ. ಇದೆಲ್ಲರೂ ಅಂಡರ್ಲೈನ್ ಮಾಡಿಕೊಳ್ಳಿ ಈ ವಾಕ್ಯಗಳು. ബൈബിൾ ഉള്ളവരെ. ಆಮೆನ್. ಬೈಬಲ್ ಇರುವವರೆಲ್ಲ. സ്തോത്രം. ಆಮೆನ್. ഇത് നമുക്ക് ഇനി ഒരു കുറേ സമയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പ്രസംഗിച്ച് തീരാൻ പറ്റുള്ളൂ. പ്രസംഗിക്കുന്നില്ല. ಇದು ಪ್ರಸಂಗ ಮಾಡ್ತಾ ಇಲ್ಲ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകണം. ಆಮೆನ್. ಈ ವಾಕ್ಯಗಳು ನಿಮ್ಮ ಹೃದಯ ಒಳಗಡೆ ಇಡಬೇಕು. ഇത് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു വചനമാണ്. ಇವತ್ತು ಬೆಳಿಗ್ಗೆ ಜಾಮದಲ್ಲಿ ದೇವರ ಆತ್ಮನು ನನ್ನೊಟ್ಟಿಗೆ ಮಾತಾಡಿದ ಒಂದು ವಾಕ್ಯವಾಗಿದೆ ಇದು. പർട്ടിക്കുലർ ഒരു വചനം പറഞ്ഞു. ಅದರಲ್ಲಿ ಒಂದು ಪರ್ಟಿಕ್ಯುಲರ್ ಆಗಿದ್ದ ವಾಕ್ಯ ದೇವರು ನನ್ನೊಟ್ಟಿಗೆ ಮಾತಾಡಿದರು. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ಆಮೆನ್. ದೇವರ ಕಲ್ವೆಯಲ್ಲಿ ನೀರುಗಳನ್ನು ತುಂಬಿ ತುಳುಕಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ശ്രദ്ധിക്കുന്നോ? ಆಮೆನ್. ಶ್ರದ್ಧೆಯಿಂದ ಗಮನಿಸ್ತೀರಾ? സ്തോത്രം സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಆಮೆನ್. ദൈവത്തിന്റെ നദിയിൽ എന്ത് നിറഞ്ഞിരിക്കുക? ದೇವರ ನದಿಗಳಲ್ಲಿ ಏನು ತುಂಬಿದೆ? വെള്ളങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ಅದರಲ್ಲಿ ನೀರನ್ನು ತುಂಬಿ ತುಳುಕಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. എന്നിട്ട് ദൈവം എന്ത് ചെയ്യും? ನಂತರವಾಗಿ ದೇವರೇನ್ ಮಾಡ್ತಾರೆ? കർത്താവ് ആമേൻ ಭೂಮಿ മഴയെ ഭൂമി കൊണ്ട് നനയ്ക്കാൻ പോവാ.
Hallelujah. ದೇವರು ಮಳೆಯಿಂದ ಭೂಮಿಯನ್ನು ನೆನೆಸೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. സ്തോത്രം. ആമേൻ. അതിന്റെ ആമേൻ ഉണങ്ങിക്കിടക്കുന്ന ഒഴിവുചാലുകൾ ദൈവം നനയ്ക്കാൻ പോവുക. ശ്രദ്ധിച്ചോണം. ഉണങ്ങിക്കിടക്കുന്ന ആമേൻ ഉഴവുചാലുകൾ ദൈവം നനയ്ക്കാൻ പോവുക. ആ ഒണಗೋಗಿದ ಹೊಲಗಳನ್ನು ದೇವರು ಅದನ್ನು ಹಾಲಲ್ಲಿ ആത്മീക അർത്ഥങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തോണം. ആത്മീക അർത്ഥದಲ್ಲಿ ನೀವು ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. ദൈവം അതിനകത്ത് കിടക്കുന്ന കട്ടകളെ ഉടയ്ക്കാൻ പോവുക. ದೇವರು ಅದನ್ನ ಒಳಗಡೆ ಇರುವ ಕಟ್ಟಗಳನ್ನು ಓಡಿಸೋದಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. വിത്ത് മൂടിയ കട്ടകൾ ഉടയാൻ പോവുക. ಹಾಲಲ್ಲಿ ಬಿತ್ತುಗಳನ್ನು ಬಿತ್ತಿದ ಬಿತ್ತುಗಳ ಮೇಲೆ ಇರುವ ಕಟ್ಟಗಳನ್ನು ದೇವರು ಒಡೆದಾಕ್ತಾ ಇದ್ದಾರೆ. നന്മയുടെ മുകളിൽ കിടക്കുന്ന കട്ടകളെ തമ്പുരാൻ ഇന്ന് പകൽക്കാലം ഉടയ്ക്കാൻ പോവുകയാണ്. ആമേൻ. ನಮ್ಮ ಒಳ್ಳೆತನಗಳ ಮೇಲೆ ಬಿತ್ತಿರುವ ಕಟ್ಟಗಳನ್ನು ದೇವರು ಒಡೆದಾಕಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. അങ്ങനെ ഉടയ്ക്കുമ്പോൾ ಅದು ಒಡೆದಾಕುವಾಗ സ്തോത്രം. ആമേൻ. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ಅಲ್ಲಿ ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ആമേൻ, മുളയ്ക്കാത്തതെല്ലാം മുളയ്ക്കാൻ പോവുകയാണ്. ಆಮೇನ್. ಮೊಳಕೆ ಇಲ್ಲದಿರದೆಲ್ಲ ಮೊಳಕೆ ಒಡೆಯೋದಕ್ಕೆ ಶುರುವಾಗುತ್ತದೆ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ದೇವರಿಗೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. പുതിയ കിളിർപ്പുകൾ കാണുകയാണ്. ಹೊಸದಾಗಿ ಚಿಗುರೋದಕ್ಕೆ ಶುರುವಾಗುತ್ತದೆ. യെസ്. ಆಮೇನ್. പഴയതല്ല, ಹಳೇದಲ್ಲ, ഒരു തളിർപ്പ് കാണുകയാണ്. ಆಮೇನ್. ಹೊಸದಾಗಿ ಚಿಗುರಿಗುವಂತ ಅವಸ್ಥೆಯನ್ನು ತೋರಿಸುತ್ತಾ ಇದ್ದಾರೆ. ആമേൻ. ಆಮೇನ್. ആമേൻ. ಆಮೇನ್. ഒരു വ്യത്യാസം കാണുകയാണ്. ಆಮೇನ್. ಒಂದು ವ್ಯತ್ಯಾಸವು ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೇವರು ನೋಡ್ತಾ ಇದ್ದಾರೆ. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ಅದರೊಳಗಡೆ ಹೀಗೆ ಬರೆದಿದ್ದಾರೆ, ഇതാ ആട്ടിൻകൂട്ടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ಇದು ಹಾಲೆಲೂಯ ಕುರಿಯ ಮಂದಿಗಳು ಹೆಚ್ಚಾಗ್ತಾ ಇದೆ. വയലുകളിൽ നെല്ലുകൾ നിറഞ്ഞു കവിയുകയാണ്. ಹೊಲಗಳಲ್ಲಿ ಹಾಲೆಲೂಯ ಅದನ್ನು ಸಸ್ಯಗಳನ್ನು കൊയ്ത്തിന്റെ നാദം നമ്മൾ കേൾക്കുന്നു. ಕೊಯ್ಯುವಿಕೆ ನಡೆಯುವುದಕ್ಕೆ കൊയ്ത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. ಕೊಯ್ಯುವುದಕ್ಕೆ ಶಬ್ದವನ್ನು ആടുകളുടെ സന്തോഷം കേൾക്കുകയാണ്. ಹಾಲೆಲೂಯ ಅಲ್ಲಿ ಎಲ್ಲ ಸಂತೋಷದ ദൈവം ಶಬ್ದ തന്റെ ಕೇಳ್ತಾ നദിയിൽ ಇದೆ. നിന്ന് വെള്ളം പകരുകയാണ്. ದೇವರು ತನ್ನ ಸಮುದ್ರದಿಂದ അവൻ നിറവിന്റെ ദൈവമാകയാൽ. ಆತನು ತುಂಬಿ ತುಳುಕುವ അവൻ നിറവിന്റെ ദൈവമാകയാൽ ಆತನು ನೆರವಿಂದ തന്റെ നദിയിൽ നിന്ന് അതിനെ നനയ്ക്കാൻ പോകുക. ತನ್ನ ನದಿಯಿಂದ വിശ്വസിക്കുക. ದೇವರು ഇത് പകൽക്കാലം ആത്മാവടവുക. ಮನಸ್ಸುವುದಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ഇന്നുവരെ കാണാത്ത ആനന്ദ പെരുമഴ, ಇವತ್ತುವರೆಗೆ ನೋಡಾದಿರದ ಹರ್ಷದ ಹಾಲಲ್ಲಿ ದೊಡ್ಡ ಮಳೆ. ഖമാനിയാൽ കളത്തെ ഉടവാൽ ലഹാരിയാൽ കളത്തെ യേശുവിൻ നാമത്തിൽ അവൻ ശൂന്യതകളെ പണിയുന്നു. ಆತನ ಶೂನ್ಯವನ್ನು ಕಟ್ಟುತ್ತಾ ഇല്ലായ്മകളെ തീർക്കുന്നു. ಇಲ್ಲದಿರದ ಅವಸ್ಥೆಗಳು ನೀಗುತ್ತಾ ಇದ್ದಾರೆ. ശൂന്യതകളെ മാറ്റുന്നു. ಶೂನ್ಯತೆಗಳು ದೇವರು ನೀಗಿಸುತ್ತಾ ഉണ്ടായി ಇದ್ದಾರೆ. വരിക. ಆಮೆನ್. ಊರುವಾಗಲೇ ദൈവം ശബ്ദിക്കുകയാണ്. ದೇವರು ഹല്ലേലൂയ ഉണ്ടായി വരട്ടെ. അയ്യോ, എവിടെയാ ശൂന്യത? എവിടെയാ കരച്ചില്? എവിടെയാണ് നിന്റെ ഹൃദയം ശൂന്യമായത്? നിനക്ക് ആരുമില്ലേ? നീ ഏകയാണോ? നീ ഒറ്റയാണോ? നിനക്ക് ആഹാരമില്ലേ? നിനക്ക് വസ്ത്രമില്ലേ? എവിടെയാണ് പ്രോബ്ലം? സാത്താൻ എവിടെ തകർത്തോ? യേശു വരുന്നു, യേശു വരുന്നു, അവൻ വന്നിട്ടുണ്ട്. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. ആമേൻ. അൽമന സംബല രഹസ്യാരകടയ പ്രവളകടയ റൂഷംബലകടക ജലാതിര ക്ഷപാലകടക ജല ഉടവല ഘടകജല ഘടക റിബല ഘടക ജലകടയ പ്രഭാതിയാൽ ഘടത്തെ അമ്പല ഘടകജല കടയ പ്രഭാതിയാൽ ഘടത്തെ ദീഘമാന സംബ രാജകാല ഭൗഷാര. ആ ചലിക്കട്ടെ, ചലിക്കട്ടെ പരിശുദ്ധാത്മാവേ. ഓ, ആദിയിൽ ചലിച്ച പോലെ, ആദിയിൽ ചലിച്ച പോലെ, ആദിയിൽ ചലിച്ച പോലെ. ആത്മാവിന്റെ ഒരു നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ആത്മನಲ್ಲಿ ತುಂಬುವುದಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. പേടിച്ചോടിയവർ, ആമേൻ. പേടിച്ച് ഓടിയവർ, ഹല്ലേലൂയ ഭയപ്പെട്ട് ഓടി വന്നു. വാതിലുകൾക്കകത്ത് മറിഞ്ഞിരുന്നവർ, ഹല്ലേലൂയ ಬಾಗಿಲನ್ನು ಹಲ್ಲೆಲೂಯ ಕ್ಲೋಸ್ ಮಾಡಿ ಒಳಗಡೆ ಕೂತಿರುವರು, നാഥൻ നഷ്ടപ്പെട്ടവർ, ഹല്ലേലൂയ രാജ്യം എതിരായവർ, രാജ്യവിന് നഷ്ടമാകിരുವರು, അധികാരികൾ പിടിക്കാൻ നോക്കുന്നവർ, അധികാരികൾ ഇടിയവക്കരാಗಿ നോಡುವರು, അവർ പേടിച്ചിരിക്കുകയാണ്. അവರಲ್ಲಿ ಅವರು ಭಯದಿಂದ ಕೂತಿದ್ದಾರೆ. എന്നാൽ അവരുടെ മേൽ ആത്മാവ് ഇറങ്ങി. ಆದರೆ ಅವರ ಮೇಲೆ ಆತ್ಮನು ಇಳಿದು ಬಂದನು. നിറവിന്റെ ആത്മാവ്. ಅಲ್ಲಿ ತುಂಬಬೇಕಾದ അവരെല്ലാം എഴുന്നേൽക്കാൻ ആരംഭിച്ചു. ಅವರೆಲ್ಲರೂ ಎದ್ದೊಳದಕ್ಕೆ അവർ ಶುರುವಾಯಿತು. ലോകത്തെ കീഴ്മേൽ മറിച്ചു. ಅವರು ಲೋಕವನ್ನು ಉಲ್ಟಾ ಮಾಡಿದರು. പരിശുദ്ധാത്മാവിന്റെ ಪವಿತ್ರಾತ್ಮನೆ ತುಂಬಿಸುವ ആത്മാവാ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ಪವಿತ್ರಾತ್ಮನೆ ನೀವು ಹೊಂದಿರಿ.
അഭിഷേകം പ്രാപിക്കുക. അഭിഷേകം ഓ ಹೊಂದಿಕೊಳ್ಳಿರಿ. എഴുന്നേൽക്കുക. ಆಮೆನ್. ಎದ್ದೇಳಿರಿ. യേശുവേ യേശുവേ ഋഖബരഗ സിഖബലഗടവശ അധരഗടദു ബനാഗദ രാജകൾ പരിദാലഗനഗരവശ ഋഖബകൽ കടവോലി ഗനഗരവശന്തരെ അരദുകൾ സിഖബാലി നാരിവശ കർത്താവിന്റെ മേശയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ദൈവം തന്റെ വചനം അയച്ചിട്ടുണ്ട്. ശൂന്യതകൾ മാറും. ദൈവം എന്ത് പറഞ്ഞോ അത് ദൈവം ചെയ്യും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം പൊങ്ങിയിരിക്കുക. വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. കട്ടകൾ ഉടഞ്ഞു മാറും. പിശാച് കെട്ടിയതെല്ലാം പൊട്ടും. അന്ധകാരം അടച്ചതൊക്കെ എല്ലാ വഴിയും തുറക്കപ്പെടും. എല്ലാ വാതിലും തുറക്കപ്പെടും. യേശു തുറക്കും. മനുഷ്യരാലല്ല, ദൈവത്താൽ. എന്റെ യേശുവിന് എല്ലാം തുറന്നു വരും. എല്ലാം തുറന്നു വരും. തുറന്നു വരട്ടെ. എഫേദ തുറന്നു വരിക. തുറന്നു വരിക. എഫേദ എഫേദ എല്ലാ സ്ഥലത്തും തുറക്കട്ടെ. എല്ലാ ഡോറുകളും ഓപ്പൺ ആകലേ. റഹൽസിഡ റബൽ ഖടബലഗനഗര വശസിഖബ. ആമേൻ ജീസസ്. മേശയിലേക്ക് നമുക്ക് കടന്നു വരാം. മുഴങ്കാലിൽ ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇരിക്കാം. മുഴങ്കാലൂര് കാകൂർ എല്ലാവരും മുഴങ്കാലൂരി കൊള്ളി. കർത്തന ഭോജന കിടക്കെ വരണം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ പ്രേംകുമാർ വായിച്ചാട്ടെ. സ്തോത്രം. ഇല്ലേ ഇവിടെ? Hallelujah. Amen. നാഥന് വേണ്ടി, നമ്മുടെ രക്ഷിതാവിന് വേണ്ടി നമുക്കൊരു ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ അർപ്പിക്കലോ കണ്ടിക്കാം. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്തോത്രം പറയുക. കരങ്ങൾ കൊടുത്ത് സ്തോത്രം പറയുക. സ്തോത്രങ്ങൾ പോതു ക്ഷയിക്കാൻ്റെ പോതു വിശുദ്ധ അർപ്പിക്കാവും. അത് ഹാടിന് ಕೆಲವು ലൈനുകളും നാവിലെ ഹാടുത്തില്ല. യേശു ക്രിസ്തുയത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുയത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജവാണിടുവാൻ. ഹല്ലേലൂയ ജയ
സ്തോത്രം. താങ്കൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനോ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാൻ സമൃദ്ധിയായ ജീവൻ തരുവാൻ സമൃദ്ധിയായ ജീവൻ കർമ്മതോട് ഞങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നുണ്ട് ഈ രക്ഷയിൽ ആനന്ദിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവത്തിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കി ലോകത്തിലെ സകല മനുഷ്യരെയും അങ്ങ് മനസ്സിലാക്കാൻ അനേകം ജീവിക്കുന്നത് എല്ലാവരും ഈ കാര്യങ്ങൾ അറിയുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെല്ലാവരും ബലപ്പെട്ടതിനായി എല്ലാവർക്കും വേണ്ട അനുഗ്രഹങ്ങളെ നൽകിയതിനായി എല്ലാ ശുശ്രൂഷകളെയും കർത്താവിനോടൊപ്പം ആയിരുന്നതിനായി സ്തോത്രം. ഇനി നടക്കുവാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവിനെയും ആയിരുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്നെ ബോധ്യപ്പെടുത്തുന്നു. എല്ലാ സ്തോത്രം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഇന്ന് മുതൽ എന്നേക്കും നമ്മോട് കൂടെ ഉണ്ടാകുന്നവരാകട്ടെ. നമുക്ക് ജയപ്പെട്ട നാമകർത്തരെ നാം സ്തുതിച്ചോളാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ಪ್ರೈಸ್ ಲಾರ್ಡ್. ಆಮೇಲೆ ಎಲ್ಲರಿಗೂ ಊಟ ರೆಡಿ ಮಾಡಿದ್ದಾರೆ.